ആരോഗ്യപരമായ കാരണങ്ങൾ അല്ലേ ഡോക്ടർ രവീന്ദ്രൻ ഡോക്ടർക്ക് അതിനെപ്പറ്റി കൂടുതൽ പറയാനുണ്ടാകും. അതെ, ഇന്ന് ഈ പറഞ്ഞ ഇപ്പൊ സാർ പറഞ്ഞ മാതിരി പുകവലിയുടെയും പുകയിലയുടെയും ഉപയോഗം കുറഞ്ഞു എന്ന് പറയുന്ന സമയത്ത് പോലും അതിന്റെ ഭീഷണി ഇന്നും നിലനിൽക്കുന്നുണ്ട്, വളരെ നന്നായി നിലനിൽക്കുന്നത്. ഒരുപക്ഷെ കേരളം താരതമ്യേന അതൊരു അപവാദമാവാം. പ്രത്യേകിച്ചും നോൺ സ്മോക്കിംഗ് ടൊബാക്കോയുടെ ഉപയോഗം വളരെ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു സത്യമാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ മാത്രമാണ് അതും നിരോധിച്ചിട്ടുള്ളത്. അതെ, പാൻ ഉൽപ്പന്നങ്ങളൊക്കെ ഉപയോഗിച്ച് ടോട്ടലായിട്ട് നിരോധിച്ചത് ഇവിടെ മാത്രമേ ഉള്ളൂ. അത് വളരെ കർക്കശമായി നടപ്പിലാക്കുന്നതും നമ്മുടെ സംസ്ഥാനത്തിലേ ഉള്ളൂ. അതിന്റെ ഗുണം ഇവിടെ കാണാനുണ്ട്. കാരണം ഞാൻ പഠിച്ചിറങ്ങിയിട്ട് 50 വർഷമായി. 50 വർഷം മുമ്പേ ഇവിടെ ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരുന്നത് വായിലെ ക്യാൻസറാണ്. നമ്മൾ മാസത്തിൽ 1, 2, 3 പുതിയ ക്യാൻസറുകൾ കണ്ടുകൊണ്ടിരുന്ന വായിലെ ക്യാൻസർ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ അത്തരം ക്യാൻസറുകളൊക്കെ ഒരുപക്ഷെ ഒരു 10-20 വർഷം മുറുക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്ന ഒരു വായിലെ ക്യാൻസർ ആയിരുന്നെങ്കിൽ ഇന്ന് വായിലെ ക്യാൻസർ വിരളമാണെങ്കിലും അത് 1-2 കൊല്ലം കൊണ്ട്, അതായത് ഇന്നത്തെ അർബുദജന്യ വസ്തുക്കളുടെ ഗൌരവം, അതിന്റെ തീക്ഷ്ണത കൂട്ടുന്ന കണക്കിലുള്ള പാൻപരാഗും കാര്യങ്ങളും പഴയ വെറ്റില മുറുക്കും ഇതും തമ്മിലുള്ള വ്യത്യാസമാണ് ഇന്ന് കാണിക്കുന്നത്. അതുകൊണ്ടാണ് പാൻപരാഗ് പോലുള്ള ഇതിനൊക്കെ ഇത്രയും നിരോധിക്കേണ്ട ആവശ്യം മനസ്സിലാക്കിയിട്ടുണ്ട്. ചവക്കുന്ന ഉൽപ്പന്നങ്ങൾ കടിയിൽ വെച്ച് നാവിനടിയിൽ വെക്കുന്നതും ആ കണക്കിലൊക്കെ അതിരൂക്ഷമാണ്. പ്രത്യേകിച്ച് ഇപ്പം അതിന്റെ മാർക്കറ്റിംഗിന്റെ ഭാഗമായിട്ട് അതിന്റെ അകത്ത് കുപ്പിച്ചെല്ല് പൊടിച്ച് ചേർക്കുന്നു എന്നൊക്കെ പറയുന്നു കേൾക്കുന്നു. അപ്പം അത് കൂടുതൽ അബ്സോർപ്ഷൻ ആവുന്നു. തീർച്ചയായും അതിന്റെ ഗൌരവം കൂടുതൽ തന്നെയാണ്. പക്ഷെ ആത്യന്തികമായി മനുഷ്യനും സമൂഹവും തിരിച്ചറിഞ്ഞ് ചെയ്താൽ മാത്രമേ ഇതാവുള്ളൂ. സർക്കാരും ഇതുകൊണ്ട് മാത്രം ഒരു റെഗുലേറ്ററി മെക്കാനിസം കൊണ്ട് മാത്രം ഇത് തടയേണ്ടതല്ല. മനുഷ്യനാണ്, ഓരോ വ്യക്തിയാണ് ഉത്ബുദ്ധനാവേണ്ടത്. ഇതിന് ഈ പുകയില നമ്മൾ നേരിട്ട് ശരീരത്തിലേക്ക് കടക്കുമ്പോൾ, ഇപ്പം പുകവലിയിലൂടെ ആയാലും അതല്ലെങ്കിൽ ചവക്കുന്നതിലൂടെ ആയാലും നമ്മൾ എങ്ങനെയാണ് ഇതിനെ ബാധിക്കുന്നത്? നമ്മൾ അതിന് ആരോഗ്യപരമായ ഒരു പ്രശ്നം ഉണ്ടാവുന്നത്? പുകയിലയിലെ ഏറ്റവും പ്രധാന വിഷവസ്തു എന്ന് പറയുന്നത് നിക്കോട്ടിനാണ്. നിക്കോട്ടിൻ അതുമല്ല, അതിൽ 4000-ൽ ചെല്ലാനും വിഷവസ്തുക്കളുണ്ട്. അതിൽ ഏകദേശം 400ഓളം രോഗകാരികളാണ്. ഏകദേശം ഒരു 60ഓളം കാര്യങ്ങൾ അർബുദജന്യങ്ങളാണ്. പക്ഷെ നിക്കോട്ടിനാണ് അതിലെ പരമപ്രധാന വില്ലൻ. കാരണം അതാണ് ഈ വ്യക്തിയെ ഇതിന്റെ അകത്ത് കുരുക്കിൽ നിർത്തുന്നത്. കാരണം അത് അഡിക്റ്റീവ് ഉണ്ടാക്കുന്ന സാധനം. ആരൊക്കെയാണ് അഡിക്ഷന് കാരണമാക്കുന്നത്? നിക്കോട്ടിൻ പിന്നെയും നമ്മൾ ഉപയോഗിക്കണം എന്ന് തോന്നുന്നത്, അതിന്റെ രക്തത്തിലെ അംശം പോകുമ്പോഴേക്ക് രണ്ടാമതും അതിന് വേണ്ടി ക്രേവ് ചെയ്യുന്നത്, നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ നിക്കോട്ടിനാണ്. നിക്കോട്ടിന്റെ ലീതൽ ഡോസ് എന്ന് ഒരു മനുഷ്യനെ കൊല്ലാനുള്ള ഡോസ് ഏകദേശം 10 മില്ലിഗ്രാമാണ്. 10 മില്ലിഗ്രാം മതി. 10 മില്ലിഗ്രാം നേരിട്ട് ഇഞ്ചക്ട് ചെയ്യോ നേരിട്ട് ചെല്ലോ ചെയ്ത് കഴിഞ്ഞാൽ മരിക്കും. ഇതിന്റെ അകത്ത്, സിഗരറ്റിന്റെ അകത്ത് ഏകദേശം 2 മില്ലിഗ്രാം ഉണ്ട്. 10 സിഗരറ്റ് മതി. പക്ഷെ എന്തുകൊണ്ട് സംഭവിക്കുന്നില്ലെന്ന് വെച്ചാൽ നമ്മൾ ശ്വസിക്കുന്ന വലിച്ചു കയറ്റുന്നതിൽ നിന്നും 1% മാത്രമേ ഇത് ദേഹത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഒരു കണക്കത്തിൽ അതൊരു വേസ്റ്റും കൂടിയാണ് ഇവർ ഇത് വാങ്ങി ചെലവാക്കുന്നത്. അതിൽ 1% മാത്രമേ ഇതിലേക്ക് പോകുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതൊരു സ്ലോ പോയിസൺ ആയതുകൊണ്ടാണ് ആ ഒരു വ്യക്തി അറിയാതെ അങ്ങനെ വർഷങ്ങൾ കൊണ്ടുള്ള ദോഷം വരുന്നത്. അതുകൊണ്ടാണ് അത്ര അത് ഒരു ഇൻസെക്ടിസൈഡ് മാത്രമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ ടൊബാക്കോ, പുകയില. വേറെ ഒരു ആവശ്യത്തിനും മനുഷ്യന് ഗുണം ചെയ്യുന്നതല്ല, ഓൺലി ഇൻസെക്ടിസൈഡ്. അതുപോലെ തന്നെ ഈ പുകവലി നിർത്തുക എന്ന് പറയുന്നത്, ഇപ്പം പ്രത്യേകിച്ച് സിഗരറ്റ്, ബീഡി വലി നമ്മുടെ നാട്ടിൽ ഇപ്പം കുറഞ്ഞു വരികയാണല്ലോ. നിർത്തുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിട്ടാണ് പലരും പറഞ്ഞിട്ടുള്ളത്. അതെ, ശീലങ്ങളെല്ലാം തന്നെ തുടങ്ങി വെക്കാൻ എളുപ്പവും ഒഴിവാക്കാൻ ബുദ്ധിമുട്ടുള്ള. അത് എന്ത് ശീലമാണ്, ഒരു നഖംകടി ശീലം പോലും ആണെങ്കിൽ ഏത് ശീലമാണ് അത്. അപ്പൊ ഇങ്ങനെ അഡിക്റ്റീവ് ആയിട്ടുള്ള വസ്തുക്കളെ കാര്യമ്പോൾ തീർച്ചയായും. പക്ഷെ ഈ ആൽക്കഹോൾ അല്ല അതുപോലെ മറ്റ് ഡ്രഗ്സ് അത് വെച്ച് നോക്കുമ്പോൾ താരതമ്യേന എളുപ്പമാണ്. ഇതിന് നമ്മളുടെ മറ്റ് അഡിക്റ്റീവ് വസ്തുക്കൾക്ക് ദേഹത്തിന് മുകളിൽ ഒരു ഫിസിക്കൽ ഡിപ്പെൻഡൻസ് ഉണ്ട്. ഇത് മെയിൻലി ഒരു മെന്റൽ ഡിപ്പെൻഡൻസ് ആണ് മാത്രമാണ്. അതിന്റെ മറ്റത് ദേഹത്തിൽ നിന്ന് പോകുമ്പോഴേക്ക് ദേഹത്തിന്റെ ഓരോ കോശങ്ങളും അതിന് വേണ്ടി ദാഹിക്കും. ഇതല്ല ഇത്. അപ്പൊ അതുകൊണ്ട് ഇത് താരതമ്യേന എളുപ്പമാണ്.
അത് പണ്ടോ ആരോ പറഞ്ഞ മാതിരി മാർക്ക് ട്വെയിൻ ആണെന്ന് പറയുന്നുണ്ട്. പുകവലി നിർത്താൻ എളുപ്പമാണ്, ഞാൻ 1000 തവണ ചെയ്തിട്ടുണ്ട്, ഓരോ തവണ പുകവലിച്ച് രണ്ടാമത് വലിക്കുന്നതിനിടെ ഞാൻ നിർത്തുകയാണല്ലോ എന്ന് തമാശ രൂപത്തിൽ പറഞ്ഞു പലപ്പോഴും പറയാറുണ്ട്. അതെ, 1-2 ദിവസം കഴിയുമ്പോൾ അത് വീണ്ടും അവർ ആരംഭിക്കും. അപ്പൊ അത് ഒരു നിശ്ചയദാർഢ്യമുണ്ടെങ്കിൽ താരതമ്യേന എളുപ്പം നിർത്താവുന്നതാണ്. പക്ഷെ പ്രധാനം വ്യക്തി അതിന് ആഗ്രഹിക്കണം. അതല്ലാതെ ഒരു എളുപ്പ വഴിയില്ല. ഇതിന് പകരം സിഗരറ്റ്, നിക്കോട്ടിൻ സബ്സ്റ്റിറ്റ്യൂട്ട്, ഇങ്ങനെ ചില മരുന്നുകളുണ്ടെന്ന് ഇതൊന്നും ഫലിക്കുന്നില്ല അൺലെസ് ആ വ്യക്തി അതിനെ ആഗ്രഹിക്കുകയാണെങ്കിൽ. അത് കൃത്യമായി ആഗ്രഹിക്കുകയാണെങ്കിൽ ഇതിന്റെ മരുന്നുകളോ കാര്യങ്ങളോ ഇല്ലാതെ തന്നെ ആവുന്ന കാര്യമാണ്. അല്ല, അവിടെയാണ് നമുക്ക് ഈ ബോധവൽക്കരണത്തിന്റെ പ്രസക്തി വരുന്നത്. നമ്മള് ഏത് നിയമവും ഏത് കാര്യവും നമുക്ക് നടപ്പിലാക്കണമെങ്കിൽ അത് ബോധവൽക്കരണം അനിവാര്യമാണ്. ആ നിയമം അല്ലെങ്കിൽ ആ പറയുന്ന കാര്യം നമുക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള ബോധ്യം നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ നിയമത്തെ അനുസരിക്കാൻ വേണ്ടി തയ്യാറാകും. അവിടെ പോലീസോ പട്ടാളോ ഒന്നും ആവശ്യമില്ല. അതെ, അത് നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. അത് നമ്മൾ തീരുമാനിച്ച് നമ്മൾ നടപ്പിലാക്കണം. അത് വിൽ പവർ വളരെ പ്രധാനമാണ്. നമുക്ക് ഈ ഒരു പരിപാടിക്കിടയിൽ ഇങ്ങനെ ഒരു പുകവലി നിർത്തിയ ഒരാളെ നമുക്ക് പരിചയപ്പെടാം. അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട്. മയിലെ ശേഖരൻ നമ്പ്യാറാണ് അദ്ദേഹം. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് ഹലോ. നമസ്കാരം ശേഖരൻ നമ്പ്യാർ. ആകാശവാണിയിലാണ്. നമ്മളൊരു പരിപാടി തത്സമയ പ്രക്ഷേപണം നടന്നുകൊണ്ടിരിക്കുകയാണ് പുകയില വിരുദ്ധ ദിനവുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പൊ അങ്ങ് എത്രയോ വർഷം തുടർച്ചയായി പുകവലിച്ചിരുന്ന ഒരാളാണ്. അത് ഒരു ദിവസം ഈ ഒരു ദിനവുമായി ബന്ധപ്പെട്ട ഒരു ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് നിർത്തിയതാണ് എന്നും അറിയാൻ കഴിഞ്ഞു. അതൊന്ന് വിശദീകരിച്ച് പറയാമോ മറ്റുള്ള ശ്രോതാക്കൾക്കും വേണ്ടി? ഞാൻ പറയട്ടാ? പറഞ്ഞോളൂ. ഹലോ, നമസ്കാരം. നമസ്തേ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ MK ശേഖരൻ നമ്പ്യാർ, 72 വയസ്സ്, മയിൽ സ്വദേശി. ആയിക്കോട്ടെ, പറഞ്ഞോളൂ. ഞാൻ ഏകദേശം എന്റെ ഓർമ്മ 40 കൊല്ലക്കാലം സ്ഥിരം പുകവലിക്കാരനായിരുന്നു. അങ്ങ് എന്തായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്? ജോലി ചെയ്തത് ബസ് ജീവനക്കാരനായിരുന്നു. അത് ശരിയാ. അതിനിടയിൽ ശീലിച്ചതായിരിക്കാം അല്ലേ? അതിനിടയിൽ ശീലിച്ചതാണ്. അപ്പൊ അത് പിന്നെ നിർത്താൻ കഴിയണ്ടേ. ഒരു ദിവസം എത്ര സിഗരറ്റ് വലിക്കുമായിരുന്നു? ഒരു ദിവസം ചിലപ്പോ 10 വീഡിയോ എല്ലാം കിട്ടിയതെല്ലാം ബസ്സിലെ ജീവനക്കാരനല്ലേ. അതെ, മോശമല്ലാത്ത രീതിയിൽ അങ്ങ് പോകും. അപ്പൊ ഭക്ഷണത്തിനൊന്നും രുചി കുറയും. അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. വേറെ അസുഖങ്ങളൊന്നുമില്ല. നിങ്ങളെ ഭാഗ്യത്തിന് അസുഖങ്ങൾ ഉണ്ടായില്ല, അതാണ്. ഇല്ല, അസുഖങ്ങളൊന്നും ഉണ്ടായില്ല. 40 കൊല്ലം കഴിഞ്ഞപ്പോൾ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കണ്ണൂർ മലബാർ ക്യാൻസർ സൊസൈറ്റിയിലെ ഉപദേശപ്രകാരമാണ് നിർത്തേണ്ടി വന്നത്. 2021 മെയ് 31 ഉപദേശം കിട്ടിയത്. അത് എന്തായിരുന്നു അന്ന് അങ്ങനെ അവരുമായി ബന്ധപ്പെടാൻ കാരണം ഉണ്ടായിരുന്നു? പ്രത്യേകിച്ച് സാഹചര്യം അന്ന് ഇതേപോലെ എന്തോ ഒരു മീറ്റിംഗ് എന്തോ ഉണ്ടായിരുന്നു, എന്തൊരു സമ്മാനം. അത് ആർക്കും ഇപ്പൊ 78 വയസ്സായതുകൊണ്ട് കൃത്യമായി ഓർമ്മ കിട്ടുന്നില്ല. അത് ദിവസമാണ്. അത് ശരിയാ. 2021 മെയ് 31. അപ്പൊ അങ്ങേക്ക് ഇത് നിർത്തണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു? അങ്ങനെയെങ്കിൽ ഇത് നിർത്തണം എപ്പോ ആഗ്രഹം ഉണ്ടാവും. വളരെയധികമായിട്ട് എപ്പോ ആഗ്രഹിക്കുന്നു. എന്തിനാണെന്നപ്പോ ഇതിനെ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. സാമ്പത്തിക നഷ്ടം, ആരോഗ്യത്തിന് പ്രശ്നം. സാമ്പത്തിക വിഷമം, ഒന്ന് ആരോഗ്യം. പിന്നെ ചില സമയം വളരെയധികം ഉപയോഗിച്ചോളി. നിയന്ത്രണമില്ലാത്ത രീതിയിൽ. നിയന്ത്രണമില്ലാത്തത് കണ്ട് അവനവന്റെ കൈമിൽ ഇല്ലെങ്കിൽ പൈസ ഉണ്ടായാലും കാണുമ്പോൾ ഒന്നും നോക്കട്ടെ. കടം വാങ്ങിയിട്ടെങ്കിലും വിൽക്കും. കടം വാങ്ങിയിട്ടെങ്കിലും ചെയ്യും. അതെന്തൊരു മത്സരം പോലെയാണ് ആ സമയം. ഇത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് നിർത്താൻ പറ്റും? ഇപ്പം ഒരാളെ പുക പോലും പറ്റുന്നില്ല. അത് ശരി. മറ്റുള്ള ആൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എത്ര തട്ടിച്ചാടിയിട്ടുണ്ട്. സൂര്യനല്ലോ ഷോപ്പെന്നല്ലോ. അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് അതിന്റെ ഒരു ബുദ്ധിമുട്ട്. ഞാനതിൽ എന്റെ സുഹൃത്തുക്കളോട് ഞാൻ പറഞ്ഞിട്ട് സുഹൃത്തുക്കൾ ഒരുപാട് ആള് നിർത്തിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചത് ഉറക്കുണ്ടാവില്ല, ഭക്ഷണം വേണ്ടി വരില്ല. അതെ, അതാണ് ഞാൻ ചോദിക്കാൻ തുടങ്ങുന്നത്. ഇത് നിർത്തിയത് കൊണ്ട് നിങ്ങൾക്ക് ആ സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു? നല്ല രുചിയാണ് ഭക്ഷണത്തിന്, നല്ല രുചിയാണ്. അത് ശരി. അതിനുശേഷം അതുപോലെ ജീവിത രീതി, വീട്ടിലുള്ള മറ്റ് ബന്ധങ്ങളെല്ലാം കുറച്ചുകൂടി നന്നായില്ലേ? വീട്ടില് ആരുമില്ല. ഭാര്യ പെട്ടെന്ന് മരിച്ചുപോയി. ഷുഗറുണ്ടായിരുന്നു. അത് ശരിയാ. ഇപ്പൊ ആരും അങ്ങനെ ചോദിക്കാനും പറഞ്ഞല്ലോ. അന്നും അങ്ങനെ ആരുമില്ല. അച്ഛൻ ചെറുപ്പത്തിലേ മരിച്ചുപോയി. അച്ഛൻ ആ നിയന്ത്രണമില്ലായ്മയായിരിക്കും അങ്ങനെ ഒരു ദുശീലത്തിലേക്ക് വന്നത് അല്ലേ? ഒരു പ്രചോദനത്തിന് പറ്റൂല, പറ്റാത്തയാണ്, ആരോഗ്യത്തിന് പറ്റാത്തയാണുള്ളത്. പിന്നീടല്ലേ ഇത് മനസ്സിലാക്കുന്നത്. പാക്കറ്റിന്റെ മേലെ ആരോഗ്യത്തിന് ആൽക്കഹോൾ ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്ന് പറഞ്ഞതുപോലെ ഇത് ഇതിന്റെ മേലെ എഴുതിയിട്ടുണ്ട്. ഹെൽത്ത് എന്നുള്ള ഈ പാക്കറ്റ് മേലെ കാണുന്ന അതാരും ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ നമ്മള്
എന്നാ എനിക്ക് പറയാനുള്ളത്. അതെ, അന്നേരം ശേഖർ നമ്പ്യാർ നമുക്ക് എല്ലാവർക്കും ഒരു മാതൃകയാണ്. അതെ, കാരണം പുകവലി എത്രയോ വർഷമായിട്ട് പതിറ്റാണ്ടുകളായിട്ട് ഉണ്ടായിരുന്ന ശീലം നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി അത് ഒഴിവാക്കുന്ന സമയത്ത് ആരോഗ്യത്തിന് നല്ലതാണെന്നും അത് മാത്രമല്ല പൈസയും നമുക്ക് അതിന് ചെലവാക്കുന്ന പൈസയും ലാഭമാണെന്നുള്ള ഒരു കാര്യം. ആ പൈസക്കൊന്നും അതെ 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 എന്തൊക്കെയായിട്ട് ഒരു സമ്പാദ്യശീലം നമുക്ക് തുടങ്ങാൻ പറ്റുമായിരുന്നു അല്ലേ? അത് നല്ല അത് നമ്മൾ ചെറുപ്പക്കാരായ ആൾക്കാരോടും കുട്ടികളുമാണ് ശ്രദ്ധിക്കേണ്ടത് അല്ലേ? നമ്മൾ ഡോക്ടറെ ശരീരത്തിന് എന്തോ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ എന്തെന്നാണ് ശീലിക്കുന്നത്? എപ്പോഴും ഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഷർട്ട് വേണ്ടിവരും. ചെരുപ്പ് ഉപയോഗിക്കാത്താൾ ഇന്നുമില്ല, ചെരുപ്പ് ഉപയോഗിക്കാത്താൾ. അതെ അതെ, അത് നടക്കുന്നില്ല. ചെരുപ്പിടാണ്ട് ഏടി വേണമെന്ന് നടക്കുന്നുണ്ടല്ലോ. അപ്പൊ എന്തായാലും വിളിച്ചതിൽ സന്തോഷമുണ്ട്. നമ്മൾ സംസാരിച്ചതിലും ഈ ഒരു തീരുമാനം മറ്റുള്ളവർക്കും കൂടി പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് ഒരു പ്രചോദനമാകട്ടെ നമുക്ക് വിചാരിക്കാം. നന്ദി ശേഖർ നമ്പ്യാർ. നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു നമസ്കാരം. അപ്പൊ നമുക്കിത് വേണമെങ്കിൽ നിർത്താൻ പറ്റും അല്ലെ? അത് തീർച്ചയായിട്ടും. അതായത് ഞങ്ങളുടെ അനുഭവത്തില്, മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റിയുടെ അനുഭവത്തില് 100 കണക്കിന് ആൾക്കാര് ഇതിനെക്കുറിച്ച് ശരിക്കും ബോധ്യമായി കഴിഞ്ഞാൽ നിർത്താൻ വേണ്ടി തയ്യാറായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. അതിൽ ഒരു ചെറിയൊരു ശതമാനം എന്താ പറഞ്ഞാൽ നിർത്തി തുടങ്ങി അങ്ങനെ ഉണ്ടെങ്കിൽ കൂടിയും ഒരു 80% കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് അതിന്റെ ഫലം, ആരോഗ്യപരമായിട്ടുള്ള ഫലവും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ഗുണവും മനസ്സിലാക്കി കഴിഞ്ഞാൽ ജീവിതത്തിൽ പിന്നെ വലിക്കാത്ത ആൾക്കാരാണ് ഭൂരിഭാഗവും. അത് വലിയൊരു കാര്യമാണ്. ഈ വർഷത്തെ നമ്മുടെ ലോകാരോഗ്യ സംഘടനയുടെ ഈ തീം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളെ ഈ ടുബാക്കോ ലോബി പല കുതന്ത്രങ്ങളും എന്താ പറഞ്ഞാൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരെ അതിന്റെ വലയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു പരിപാടി നമുക്ക് നിരുത്സാഹപ്പെടുത്തുന്നതിനും പ്രൊട്ടക്ടിംഗ് ചിൽഡ്രൻ ഫ്രം ടുബാക്കോ ഇൻഡസ്ട്രി ഇന്റർഫിയറൻസ് ആണ്. അതെ 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 അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ്, ബോധവൽക്കരണ പരിപാടികൾക്കാണ് ഊന്നൽ നൽകിയിരിക്കുന്നത്. ഇപ്പൊ ഡോക്ടർ രവീന്ദ്രൻ ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ ഈ നിക്കോട്ടിന്റെ ഒരു അതിപ്രസരം നമ്മുടെ ശരീരത്തിലേക്ക് കയറിക്കഴിഞ്ഞാൽ ഒരിക്കൽ കുട്ടികളെ അതിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ മാറ്റിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുതന്നെ പല രീതിയിലും ഉണ്ട്. ഇപ്പം പുകവലിക്കുന്നതിന് പകരം മിഠായികളിലും അല്ലേ, ചൂയിങ്കം പോലുള്ള സാധനങ്ങളിലും ഇനീഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി, ആ ശീലം ഇനീഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി അതിന്റെ ടേസ്റ്റ് ഇതിലേക്ക് കൊടുക്കും. അപ്പൊ കണ്ണൂർ ജില്ലയിൽ തന്നെ ഇതിനെതിരായിട്ട് വളരെ ശക്തമായ നടപടികൾ ഉണ്ടാവുമെന്ന് ഇന്നലെ അസിസ്റ്റന്റ് കളക്ടറുടെ നേതൃത്വം നടന്ന ഒരു കമ്മിറ്റി തീരുമാനിച്ചതായിട്ടിരുന്നു പത്രത്തില് വാർത്തയുണ്ടായിരുന്നു. സ്കൂളുകൾക്ക് സമീപം നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെയും ഈ ലഹരി വസ്തുക്കളുടെയും വിൽപ്പന തടയുന്നതിനായിട്ട് ജില്ലയിൽ വ്യാപകമായ പരിശോധന നടത്തുവാൻ വേണ്ടി അധികൃതർ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നവർക്ക് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ ഈ നിയമലംഘനം ആവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ ലൈസൻസ് റദ്ദാക്കുക, അതുപോലെ ഈ പോലീസ്, എക്സൈസ്, ആരോഗ്യ, തദ്ദേശ സ്വയംഭരണ, വിദ്യാഭ്യാസ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥന്മാരുടെ സംഘം ഇടയ്ക്കിടെ പരിശോധന നടത്തുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. അത് കാര്യക്ഷമമായിട്ട് നടക്കുകയാണെങ്കിൽ നമ്മൾ കുറേയേറെ നമ്മുടെ വിദ്യാലയങ്ങളിൽ നിന്ന് തീർച്ചയായിട്ടും ഇത് ഒഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പുകവലി ശീലം കുറഞ്ഞു വരികയാണെങ്കിൽ കൂടിയും ആ ഒരു കുറഞ്ഞു വരുന്ന നിരക്ക് നമുക്ക് നിലനിർത്താനായിട്ട് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള നടപടി വളരെയധികം സഹായകരമാകും. പ്രത്യേകിച്ച് നമ്മൾ നേരത്തെ ഈ വർഷത്തെ ഈ തീമിന്റെ ഒരു പ്രസക്തി എന്നുള്ള ഇൻഡസ്ട്രീന്റെ അല്ലെങ്കിൽ ടുബാക്കോ ലോബിയുടെ ആ പ്രശ്നം നമുക്ക് ഒരു പരിധിവരെ നിയന്ത്രിച്ചു നിർത്താൻ വേണ്ടി സാധിക്കും. ഇപ്പം 13നും 15നും വയസ്സിൽ ഇടയിലുള്ള ആൾക്കാർ മൊത്തം പുകവലിക്കുന്നവരിൽ ഏകദേശം 8.5% വരുമെന്നാണ് പറയുന്നത്. അതിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഏകദേശം 7.4% പെൺകുട്ടികളും ഉണ്ടോ എന്നുള്ളതാണ്. ഒരുപക്ഷെ കേരളത്തിൽ കുറവായിരിക്കും. ഇപ്പൊ മംഗലാപുരം, ബാംഗ്ലൂരൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പൊതു നിരത്തുകളിൽ പോലും പെൺകുട്ടികൾ പുകവലിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അന്നേരം അങ്ങനെയുള്ള ആ ഒരു രീതി അല്ലെങ്കിൽ ആ ഒരു ശീലം ഈ ടുബാക്കോ ലോബി പല രീതിയിലുള്ള നൂതനമായിട്ടുള്ള മാർഗ്ഗങ്ങൾ സ്വീകരിച്ചുകൊണ്ടാകും. ഉദാഹരണത്തിന് പ്രോഡക്ട്സ് എല്ലാം വളരെ അട്രാക്റ്റീവ് ആയിരിക്കും. അതിന്റെ പാക്ക് മാത്രമല്ല, അതിന്റെ ആ ഒരു ഷേപ്പും ഒക്കെ വളരെ പെന്നിന്റെ മാതൃകയിൽ അല്ലെങ്കിൽ ക്യാൻഡീന്റെ മാതൃകയിൽ അങ്ങനെ പല രീതിയിലുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള ഷേപ്പില് പുതിയ പുതിയ പ്രോഡക്ട്സ് ഒക്കെ കൂടുതലായിട്ട് ആകർഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പലപ്പോഴും കുട്ടികളോട് ഇതിന്റെ ശീലമുള്ള ആൾക്കാരെ തെരഞ്ഞു പിടിച്ച് നോക്കി അവരുടെ ഒരു ഫീഡ്ബാക്ക് എടുക്കുന്ന അവസരത്തിൽ അവർ പലപ്പോഴും ഇതിൽ ആകർഷകരായിട്ട് അതിലേക്ക് പോകുന്നതാണ്. പ്രത്യേകിച്ച് ഈ ഫ്രണ്ട് സർക്കിളൊക്കെ കൂടിയിട്ട്
ഉള്ള അവസരത്തിലാണ് ഇതിലേക്ക് ഇതായി പോകുന്നത്. ഇതൊരു പരിഷ്കാരത്തിന്റെ ഭാഗമായിട്ട് അല്ലേ? അതെ 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 ഞാനും കൂടി ഇത് ഉപയോഗിക്കണം, അതല്ലെങ്കിൽ അതെ അതെ. പിന്നെ അതുപോലെ തന്നെ ഡോക്ടർ, നമ്മൾ സാധാരണഗതിയിൽ കേരളത്തിൽ ഇപ്പം കൃഷ്ണദാസ് ഭായി പറഞ്ഞതുപോലെ സ്ത്രീകളുടെ ഇടയിൽ കുറവാണ്, എങ്കിലും ഈ പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം സ്ത്രീകളുടെ ഇടയിലും ഇല്ലേ? അത് ഏത് തരത്തിലാണ് അവർക്ക് അത് ബാധിക്കുന്നത്? പുറം രാജ്യങ്ങളിൽ അതിൽ വ്യത്യാസമില്ല. ഈ ലേഡീസ് ആൻഡ് ജെന്റ്സ് ഈക്വലാണ്, അതിന്റെ വ്യത്യാസമൊന്നുമില്ല. നമ്മുടെ ഇന്ത്യയിലേ ഉള്ളൂ, അതിലും സദർൻ ഇന്ത്യയിലേ ഉള്ളൂ. മറ്റൊക്കെ ഇത് ഈ പറഞ്ഞ മാതിരി ഇതൊരു ഫാഷന്റെ ഭാഗമാണെന്നുള്ള ധാരണയിൽ തുടങ്ങുന്നു. പക്ഷെ അതിൽ ആത്യന്തികമായ ഒരു സത്യം എന്ന് വെച്ചാൽ ഈ ശീലത്തിൽപ്പെട്ട 90%, 95% പേരും ഇതിൽ നിന്ന് മോചിതനാവാൻ ആഗ്രഹിക്കുന്നവരാണ്, മിക്കപ്പോഴും ശ്രമിച്ചിട്ട് തോൽക്കവരാണ് മിക്കപ്പോഴും. എന്തെങ്കിലും മുട്ടിനായും പറഞ്ഞിട്ട് ഇതിനെക്കൊണ്ട് ദോഷമില്ല, വെറുതെ പറയാണ് ഇതിനെപ്പറ്റി, പുകയില ഉപയോഗിച്ചിട്ടും ക്യാൻസർ വരാത്ത എത്ര പേരുണ്ട്, ഇങ്ങനെ പറഞ്ഞ് മുട്ടിനായങ്ങൾ പറയുന്നത് ഇതിന്റെ ഗൗരവം അറിയാത്തത് കൊണ്ടല്ല, ഇത് പറ്റാത്തത് കൊണ്ടാണ്. അപ്പൊ എല്ലാവർക്കും രക്ഷപ്പെടാനെന്നുണ്ട്. ആ രക്ഷപ്പെടാൻ മെനക്കെടുവാൻ, അതിനോട് ഉത്സാഹിക്കാനുള്ള ത്വര കാണിക്കാത്തതിന്റെ പ്രശ്നമേ ഉള്ളൂ. അപ്പം ഇപ്പോഴും ഇന്ത്യയിൽ തന്നെ ഒരു 18% പുകവലി ഉണ്ടെന്ന് തന്നെയാണ് കണക്ക് പറയുന്നത്. ഒരു സങ്കടകരമായ ഒരു അവസ്ഥയാണത്. ഇപ്പൊ സ്ത്രീകളെ അത് ഏത് രീതിയിലാണ് കൂടുതലായി നമ്മൾ ബാധിക്കുന്നത്? ഈ നിക്കോട്ടിൽ പുകയിലയിലുള്ള ഏകദേശം 4000 കെമിക്കൽസിൽ ഞാൻ പറഞ്ഞല്ലോ ഏകദേശം 600ഓളം രോഗങ്ങൾ ഉണ്ടാക്കുന്നതാണ് എല്ലാം. ഈ എല്ലാ കോശങ്ങളും ഇപ്പം ഓരോ അവയവമായിട്ട് എടുത്തു നോക്കാം നമുക്ക്. ഇപ്പൊ ശ്വാസകോശം, ഹൃദയം, എവിടെ ചെന്ന് കഴിഞ്ഞാലും ഇതിന്റെ 2-3 കാര്യങ്ങളിലാണ്. ശ്വാസകോശത്തിലാണെങ്കിൽ അതിന്റെ പ്രതലത്തിലേക്ക് ഈ വായു പോകുമ്പോഴാണ് വളരെ ലോലമായ ഒരു സംവിധാനമാണ് നമ്മുടെ ശ്വസനം. മൂക്ക്, ട്രക്കിയ, ബ്രോങ്കസ്, ലങ്സ്. ലങ്സ് എന്നൊക്കെ പറഞ്ഞ ലങ്സിലെ ഏറ്റവും അവസാനത്തെ കണ്ണി അൽവിയോള എന്ന് പറയുന്നത് ഏക കോശം കൊണ്ട് കവർ ചെയ്തിട്ടില്ല, സിംഗിൾ സെൽ കവേർഡ്. അവിടെ വെച്ചിട്ടാണ് ഓക്സിജനും കാർബൺ ചെയ്തത്. അവിടെയാണ് ഈ വിഷവസ്തുക്കൾ ചെയ്യുന്നത്, അടിഞ്ഞുകൂടുന്നത്. അവിടെയാണ് നമുക്ക് അപ്പോൾ അഴിച്ചു നോക്കുക, അത് കരിഞ്ഞു പോകാൻ എത്ര എളുപ്പമുണ്ട്. അത് പക്ഷെ അതിനെ അതിജീവിക്കാനുള്ള ഒരു റിപ്പയറിംഗ് കപ്പാസിറ്റി നമ്മുടെ ശരീരത്തിനുള്ളത് കൊണ്ടാണ് ഒരുപക്ഷെ വർഷങ്ങൾ എടുക്കുന്ന ഒരു രോഗമായി മാറാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ പോയി അടിഞ്ഞതല്ല, അവിടെ കിടക്കുക തന്നെയാണ്. അത് ഒരു ക്രോണിക് സ്മോക്കറുടെ ഒരു ലങ് മരണശേഷം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വ്യത്യാസം കാണാൻ. മറ്റത് വെറും കരിക്കട്ട പോലെയായിരിക്കും. പറയുന്നത് പോലെ ശ്വാസകോശം സ്പോഞ്ച് പോലെ എന്ന് പറയുന്നത്. അതെ, ആ സ്പോഞ്ചാണ്. സ്പോഞ്ചിനകത്ത് ഇത് കരിക്കട്ട നിറഞ്ഞിട്ടുള്ള അവസ്ഥയായിരിക്കും. അത് വളരെ സങ്കടകരമാണ്. അപ്പം ലങ് ഫംഗ്ഷന്റെ 10-1 കുറയാൻ ഈ ശീലം ഒരു 10 കൊല്ലം ഉപയോഗിച്ചാൽ, തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്നവർക്ക് നിർത്തിക്കഴിഞ്ഞ് മിനിമം ഒരു 10 കൊല്ലം കിടക്കണം ഈ പ്രക്രിയ റിവേഴ്സ് ചെയ്യാൻ. ശ്വാസകോശം പഴയ പൂർവ്വസ്ഥിതിയിലാവണമെങ്കിൽ അത് ഏകദേശം ആദ്യത്തെ ഒരു 10 കൊല്ലം കൊണ്ട് നിർത്തിയാൽ, ഒരു 20-30 കൊല്ലം കഴിഞ്ഞ് നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു കാലത്ത് റിവേഴ്സ് ചെയ്യുന്നില്ല. അതേപോലെ തന്നെ ക്യാൻസറിന്റെ സാധ്യതകൾ ഇത്ര കൊല്ലം വരെ കഴിഞ്ഞാൽ അല്ലേ അതിന്റെ കുറയുന്നുള്ളൂ പറയും. ഞാൻ നിർത്തിയിട്ടിപ്പം 10-15 കൊല്ലം, ഇപ്പം എന്താ എനിക്ക് ക്യാൻസർ വന്നത്? പക്ഷെ അന്നേ പാകിയ വിത്താണ്. ഇപ്പം ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ തലശ്ശേരി മലബാർ ക്യാൻസർ സെന്റർ പ്രസിദ്ധീകരിച്ച സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് സർക്കാരിന് ഗവൺമെന്റ് ഉടമസ്ഥതയിലുള്ള ആസ്പത്രി അല്ലേ? അതെ അതെ, ചികിത്സാ കേന്ദ്രം RCC പോലത്തെ. അതായത് അവരുടെ ഇത് പ്രകാരം മലബാറിൽ ഏറ്റവും കൂടുതൽ ലങ് ക്യാൻസറാണ് പുരുഷന്മാരിൽ കാണുന്നത്. പുകവലി ശീലം കുറഞ്ഞെങ്കിലും, പുകയിലയുടെ ഉപയോഗം കുറഞ്ഞെങ്കിലും ഇന്നും അത് നിലനിൽക്കുന്നത് ഇപ്പൊ ഈ പറഞ്ഞ കാരണം കൊണ്ട് തന്നെയാണ്. നേരത്തെ ഉണ്ടായിരുന്ന ശീലം ഒഴിവാക്കിയെങ്കിലും അതിന്റെ മാരകമായിട്ടുള്ള ദോഷവശം അല്ലെങ്കിൽ വിഷവസ്തുക്കൾ നമ്മുടെ ലങ്സിൽ ഇങ്ങനെ അടിഞ്ഞുകൂടി കിടക്കുകയാണ്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണക്കനുസരിച്ചിട്ടും പുരുഷന്മാരിലെ ഏറ്റവും കൂടുതൽ ക്യാൻസർ ലങ് ക്യാൻസർ, നമ്പർ 1 ക്യാൻസറാണ് മലബാറിൽ. അന്നേരം അത് അതിനു വേണ്ടിയിട്ടുള്ള പരിശോധന നിരന്തരം നടത്തുകയും വളരെ നേരത്തെയുള്ള അവസ്ഥയിൽ തന്നെ ചികിത്സ നടത്തിക്കഴിഞ്ഞാലേ നമുക്ക് രക്ഷപ്പെടുത്താൻ വേണ്ടി സാധിക്കുള്ളൂ. ലങ് ക്യാൻസർ ഏറ്റവും ബുദ്ധിമുട്ടുള്ള, ചികിത്സിച്ച് ഭേദമാക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ക്യാൻസർ വിഭാഗത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടാണ്. ക്യൂർ റേറ്റ് താരതമ്യേന കുറവുള്ള ഒരു ക്യാൻസറാണ്. അതുപോലെ ഒരു കണക്ക് പറയുന്നത് ഒരു വർഷം ഏകദേശം 80 ലക്ഷത്തിലധികം പേർ ഈ പുകവലി കൊണ്ട്, പുകയിലെ ഉപയോഗം കൊണ്ട് മരിക്കുന്നുണ്ടെന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത്. ലോകത്തിലെ ആക്സിഡന്റ്സ്, എയ്ഡ്സ്, ക്ഷയരോഗം ഇങ്ങനെ 4-5 തരം രോഗങ്ങളുടെ ടോട്ടൽ ഇതിനേക്കാളും കൂടുതലാണ് പുകയില ഉൽപ്പന്നം. ക്യാൻസറിന്റെ
മൂന്നിലൊന്നോളം ക്യാൻസറുകൾക്ക് കാരണം പുകയിലയാണ്. ഇത് ഉറപ്പിച്ചു വെച്ചിട്ടുള്ള ശാസ്ത്ര സത്യമാണ്. അതിനേക്കാൾ ഏറെ ഈ പറഞ്ഞ മാതിരി പാസീവ് സ്മോക്കിംഗ്, അതായത് നിങ്ങൾ പുകവലിച്ച പോരാ, നിങ്ങളുടെ പുക കൊണ്ട് മറ്റുള്ളവർക്കും രോഗം വരാൻ സാധ്യതയുണ്ടെന്ന് ശാസ്ത്രം അട്ടിവരയിട്ട് പറഞ്ഞതുകൊണ്ടാണ് ഈ ഹൈക്കോടതി ഇങ്ങനെ ഒരു നിയമം ഉണ്ടാക്കാൻ കഴിഞ്ഞത്. പൊതുസ്ഥലങ്ങളിൽ പുകവലി പാടില്ല എന്ന് പറയാൻ കഴിഞ്ഞു. അതിൽ പറയാൻ കഴിയില്ല. അല്ലെങ്കിൽ ഒരു വ്യക്തി സ്വാതന്ത്ര്യത്തിന് പോലുള്ള അതിക്രമമായിട്ട് വിവക്ഷിക്കപ്പെടുമല്ലോ. ഇത് പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ടൊരു ഇൻസിഡന്റ് പറയാനുണ്ട്. നമുക്ക് ഞങ്ങൾ 2011 കണ്ണൂർ പ്രിസണില് ഒരു ബോധവൽക്കരണ പരിപാടി നടത്തി. നമ്മുടെ അടുത്തുള്ള അതെ. ഏകദേശം അവിടെ ആ സമയത്ത് 2000 ഇൻമേറ്റ്സ് ആണ് അവിടെ ഉള്ളത്. അന്നേരം ഇവരെല്ലാവരും വലിയ ഹാളിലിരുത്തി നമ്മൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാനും RCCയിലെ ഡോക്ടറും രവീന്ദ്രൻ ഡോക്ടറും ഒക്കെ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ഒരു വിഭാഗം പ്രിസണേഴ്സ് ഇങ്ങനെ ഞങ്ങളെ വളഞ്ഞു. അവര് പറഞ്ഞു, സാർ ഞങ്ങള് പുകവലിക്കാത്തവരാണ്. നിങ്ങളിപ്പോ ക്ലാസ്സിൽ പറഞ്ഞു പുകവലിക്കുന്നവര് പിന്നെ വലിച്ചുവിടുന്ന പുക ശ്വസിക്കുന്ന പുകവലിക്കാത്തവർക്ക് മാരകമായിട്ടുള്ള ക്യാൻസറും മറ്റു രോഗങ്ങളും ഉണ്ട്. ഒരുപക്ഷെ അതിനേക്കാളും കൂടുതൽ മാരക സ്വഭാവം അതിന് പുകവലിക്കാത്തവർക്കാണെന്നാണ് നിങ്ങൾ ക്ലാസ്സിൽ പറഞ്ഞത്. അന്നേരം ഞങ്ങൾ ജയിൽ സൂപ്രണ്ടിനോടും പിന്നെ ഇവിടുത്തെ ഉദ്യോഗസ്ഥരോടൊക്കെ നിരവധി തവണ പറഞ്ഞതിന് ശേഷവും ഇതിനൊരു പരിഹാരം ഉണ്ടാവുന്നില്ല. ഒരേ സെല്ലിൽ തന്നെ പുകവലിക്കുന്നവരും വലിക്കാത്തവരും ഒരുമിച്ച് പിന്നെ താമസിക്കേണ്ട ഒരു വലിയൊരു ദുരവസ്ഥയാണ് ഞങ്ങൾക്കുള്ളത്. ഇതിനൊരു പരിഹാരം നിങ്ങൾ കാണണമെന്ന് പറഞ്ഞു. എന്നാലും ജയിൽ സൂപ്രണ്ടിനോട് നമ്മൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിയമം ഇപ്പം പിന്നെ ഇത് നിരോധിച്ചിട്ടില്ല. നമ്മൾ അദ്ദേഹത്തിൻ്റെ പറഞ്ഞു, ഇങ്ങനെ പൊതുസ്ഥലമായിട്ട് ഇത് കണക്കാക്കണം. പൊതുസ്ഥലത്ത് പുകവലി സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒക്കെ നിരോധിച്ചുകൊണ്ടുള്ള ആ നിരോധനം പ്രാബല്യത്തിലുള്ളതാണ് സർക്കാർ തലത്തിൽ തന്നെ. അന്നേരം ഇത് ജയിൽ പൊതുസ്ഥലമല്ല എന്നുള്ള ഒരു സ്റ്റാൻഡാണ് അവരെടുത്തത്. ഞങ്ങളത് വിട്ടില്ല. ഞങ്ങൾ അന്നത്തെ DGP ആയിരുന്ന TP സെൻകുമാർ സാർ, അദ്ദേഹത്തെ നേരിട്ട് കണ്ട് നിവേദനം കൊടുത്ത് ഇതിന്റെ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആ നിവേദനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുകയും നിയമത്തിന്റെ വശങ്ങളും പറയുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ 2015 കേരളത്തിലെ എല്ലാ ജയിലുകളും പുകവലി നിരോധിത ജയിലുകളായിട്ട് പ്രഖ്യാപിച്ചു. ഒരുപക്ഷെ ഇന്ത്യയിലെ ആദ്യത്തെ പുകവലി നിരോധിത ജയിലാണത്. പിന്നെ ഇതിന്റെ ചൂട് പിടിച്ചാണ് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ ഇത് കൊണ്ടുവന്നത്. അതിനുശേഷമാണ് അതെ. പിന്നെ മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റി ഇതിനു വേണ്ടി ഇത് മാത്രമല്ല ഒരുപാട് വർഷങ്ങളായിട്ട് നിരന്തരം ഈ ഒരു ക്യാൻസർ ബോധവൽക്കരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടല്ലോ അല്ലേ? അതെ. എന്താ അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വഴികൾ എങ്ങനെയായിരുന്നു അത്? അതായത് പിന്നെ ഈ ക്യാൻസർ നിയന്ത്രണ പ്രവർത്തനം എന്ന് പറയുമ്പോൾ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശമാണ് ഈ പുകവലി അല്ലെങ്കിൽ പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിനെതിരായിട്ടുള്ള പ്രവർത്തനം. അതിന്റെ പ്രവർത്തനം പ്രധാനമായിട്ട് നമ്മൾ ഓരോ വീടുകളിലും പോയിട്ട് ഓരോ വ്യക്തികളിൽ കേന്ദ്രീകരിച്ചിട്ടുള്ള പ്രവർത്തനമാണ് നടക്കുന്നത്. അതായത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച മാതിരി ഏതൊരു വ്യക്തിയും ഈ നിയമം അല്ലെങ്കിൽ ഇത് നമുക്ക് ആവശ്യമാണെന്നുള്ള ഒരു ബോധം കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പിന്നെ ഇതിന്റെ പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. ഞങ്ങൾ വോളണ്ടിയർമാർക്ക് ഞങ്ങളുടെ ഒരു മോഡസ് ഓപ്പറാൻഡി വളരെ പ്രത്യേക രീതിയിലുള്ളതാണ്. ഞങ്ങൾ പരിശീലനം പിന്നെ വോളണ്ടിയർമാർക്ക് പരിശീലനം കൊടുത്തു. അഭ്യസ്തവിദ്യരായിട്ടുള്ള സ്ത്രീകളും പുരുഷന്മാരും അടങ്ങിയ ഗ്രൂപ്പുകളെ ഓരോ ഗ്രാമങ്ങളിലും പോയിട്ട് കണ്ടെത്തി അവർക്ക് തീവ്രമായിട്ടുള്ള പരിശീലനം കൊടുത്ത് അവരെ വീടുകളിലേക്ക് അയച്ചിട്ടാണ് ഈ ബോധവൽക്കരണ പ്രവർത്തനം നടത്തുന്നത്. അന്നേരം ക്യാൻസർ ബോധവൽക്കരണ പ്രവർത്തനത്തോടൊപ്പം തന്നെ പുകയില വിരുദ്ധ പ്രവർത്തനവും വലിയ പ്രാധാന്യത്തോടെ തന്നെ നമ്മൾ നടത്തിയിരുന്നു എന്നുള്ളതാണ് ഈ പ്രവർത്തനത്തിന്റെ ഒരു എടുത്തു പറയേണ്ട ഒരു സവിശേഷത എന്ന് പറയുന്നത്. നമ്മുടെ ക്യാമ്പുകളിലായാലും നമ്മുടെ മറ്റുള്ള പ്രവർത്തനങ്ങളിലായാലും എല്ലാം ഈ ബോധവൽക്കരണം ഏറ്റവും പ്രാധാന്യത്തോടെ നമ്മൾ നടപ്പിലാക്കിയിരുന്നു. ഇതിന്റെ ഫലമായിട്ട് പിന്നെ നമ്മൾ എന്താ പറയേണ്ടത്, പുകവലി ശീലം കണ്ണൂരിൽ ഡ്രാസ്റ്റിക്കായിട്ട് നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. പക്ഷേ പിന്നെ ഉത്തര മലബാറിൽ ബീഡിയുടെ ഈറ്റില്ലമായിട്ടുള്ള കണ്ണൂരിലൊക്കെ ഈ പുകയിലയുടെ ഉപയോഗം നിരുത്സാഹപ്പെടുത്തി കൊണ്ടുവരുന്നതിന് നിർണായകമായിട്ടുള്ള പങ്ക് മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റി വഹിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ബീഡി ഉൽപാദകര് തന്നെ മറ്റ് ഉൽപ്പന്ന വൈവിധ്യത്തിലേക്ക് മാറാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ഒരു ബോധവൽക്കരണത്തിന്റെ ഫലമായിട്ടാണ്. അതായത് ഞങ്ങൾ ഈ പ്രവർത്തനം തുടങ്ങിയ അവസരത്തില് ദിനേശ് ബീഡിന്റെ ചെയർമാൻ മിസ്റ്റർ പണിക്കര് അന്ന് അദ്ദേഹം പല മീറ്റിങ്ങുകളിലും പറയുമ്പോഴത്തേനും ആദ്യമൊക്കെ സൂചിപ്പിക്കുമായിരുന്നു ഇങ്ങനെ മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റി ഈ വീഡിയോയെക്കുറിച്ചും പുകയിലിനെക്കുറിച്ചും ഒക്കെ വളരെ മോശമായിട്ടുള്ള
പിന്നെ എന്താ പറഞ്ഞാൽ പ്രചരണം ഗ്രാമങ്ങളിൽ നടത്തുന്നുണ്ട്, ക്യാമ്പുകളിൽ. തൊഴിലാളികളെ സംരക്ഷിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം കൂടി ഉണ്ടല്ലോ. അതെ, പക്ഷെ ഞങ്ങളെ അതൊന്നും ബാധിക്കില്ല. ഞങ്ങൾക്ക് എല്ലാ ഗ്രാമങ്ങളിലും വളരെ ശക്തമായ അടിത്തറയുണ്ട്. അതുകൊണ്ട് ദിനേശ് വി ഡി കേന്ദ്രങ്ങളെയൊന്നും അത് ഒരു രീതിയിലും ബാധിക്കില്ല എന്ന് ആദ്യം അദ്ദേഹം പറയുമായിരുന്നു. പിന്നെ 1998 എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ദിനേശ് വി ഡിന്റെ ഡൈവേഴ്സിഫിക്കേഷൻ സെമിനാർ എന്ന് പറഞ്ഞിട്ട് കണ്ണൂർ ടൗൺ ഹാളിലാണെന്ന് തോന്നുന്നു എനിക്ക്. ആ സെമിനാർ നടത്തിയ അവസരത്തിൽ ആമുഖമായിട്ട് തന്നെ അതിന്റെ അകത്ത് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി, നിരന്തരമുള്ള അതിശക്തമായിട്ടുള്ള പുകയില വിരുദ്ധ പ്രവർത്തനങ്ങൾ കൊണ്ട് ഇപ്പൊ ദിനേശ് വി ഡിന്റെ ബിസിനസ് വളരെ പിന്നെ എന്താ പറഞ്ഞാല് ശുഷ്കിച്ചു പോയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ ആവശ്യമാണ് എന്ന് പറഞ്ഞാൽ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ പ്രോഗ്രാം തന്നെ ആ കാലഘട്ടത്തിൽ തുടങ്ങിയത്. ഇന്നിപ്പോ നമുക്കറിയാം വി ഡി വളരെ കുറച്ച് മാത്രമേ നാമമാത്രമായിട്ട് മാത്രമേ ദിനേശ് വി ഡി ഉണ്ടാക്കുന്നുള്ളൂ. ഒരു വീഡിയോ ഇന്ന് ഉപയോഗിക്കുന്നത് വളരെ കുറവാണല്ലോ. കുറവാണ്. ദിനേശ് അച്ചാർ, ദിനേശ് പപ്പടം, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. അതെ. അപ്പോ പിന്നെ 1987 ലോകാരോഗ്യ സംഘടനയുടെ ഒരു പ്രമേയത്തിലാണെന്ന് തോന്നുന്നു പിന്നെ പ്രമേയം പാസാക്കിയത്. 58 മുതൽ ഈ മെയ് 31 പുകയില വിരുദ്ധ ദിനം ആയിട്ട് ആചരിക്കാൻ തീരുമാനിച്ചത്. ഈ മറ്റൊരു ശ്രോതാവ് ഇപ്പോൾ നമ്മളെ സംസാരിക്കണമെന്ന് താല്പര്യപ്പെടുന്നുണ്ട്. ഭാർഗവൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. നമുക്ക് നോക്കാം, അദ്ദേഹം ലൈനിൽ കിട്ടുമെങ്കിൽ, ടെലിഫോൺ ലൈനിൽ കിട്ടുമെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ സംസാരിക്കാവുന്നതാണ് ഇതേക്കുറിച്ച്, പുകയില വിരുദ്ധ പ്രമേയവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. പിന്നെ ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇത് നിക്കോട്ടിനാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം, വിഷം ഉണ്ടാക്കുന്നത്. പിന്നെ അത് മറ്റെന്തെല്ലാം തരത്തിൽ, ഇപ്പൊ ഗർഭസ്ഥ ശിശുക്കളെ പോലും ഇത് ബാധിക്കാറുണ്ടെന്നു അല്ലേ? എല്ലാ കോശങ്ങൾക്കും ഹാനികരമായിട്ടൊരു സാധനമാണ്. അപ്പൊ പിന്നെ വളരെ ലോലമായ ഗർഭസ്ഥ ശിശുവിന്റെ കോശങ്ങളും പ്ലസന്റൽ ടിഷ്യൂവും അതൊക്കെ ദോഷം വരും എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. ഇവിടെ നമ്മൾ പാസീവ് സ്മോക്കിങ്ങിനെ പറ്റി പറഞ്ഞല്ലോ. അതിനകത്ത് ഇപ്പം ഒരു സിഗരറ്റ് വലിക്കുമ്പോൾ ദർ ഇസ് സ്മോക്സ് 2 സ്ട്രീമുണ്ട്. മെയിൻ സ്ട്രീം, അതായത് അദ്ദേഹം വലിച്ച് ശ്വാസകോശത്തിലേക്ക് ആഞ്ഞു വലിച്ച് കയറ്റുന്നത്. ആ സമയത്ത് സിഗരറ്റിന്റെ അഗ്രത്തുനിന്ന് പോകുന്ന സൈഡ് സ്ട്രീമുണ്ട്. സൈഡ് സ്ട്രീമിലാണ് മറ്റതിനേക്കാളും ഈ വിഷവസ്തുക്കൾ 20-25 ടൈംസ് എക്സ്ട്രാ. അതുകൊണ്ടാണ് ഈ പാസീവ് സ്മോക്കിന്റെ ഇത്ര പ്രാധാന്യം വരുന്നത്. പാസീവ് സ്മോക്കിൽ കൂടെ എടുക്കുന്ന ഭാര്യയോ മറ്റോ ശ്വസിക്കുന്നതിന് വളരെ കുറവാണല്ലോ താരതമ്യേന, ഇങ്ങനെ എപ്പോഴും വലിക്കുന്നില്ലെങ്കിലും. പക്ഷെ എങ്കിൽ പോലും രണ്ടുപേർക്കും ഒരേ സാധ്യതയാണ് ക്യാൻസർ വരാനുണ്ടെന്ന് പറയുന്നതിന്റെ കാര്യം അവർ ശ്വസിക്കുന്നത് കൂടുതൽ കോൺസെൻട്രേറ്റ് ആയിട്ടുള്ള വിഷങ്ങളാണ് എന്നുള്ളത് കൊണ്ടാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭാർഗവൻ അദ്ദേഹം സംസാരിക്കാൻ വേണ്ടി ലൈനിലുണ്ട്, നമുക്ക് നോക്കാം. ഹലോ, നമസ്കാരം ഭാർഗവൻ. എവിടെ നിന്നാണ് വിളിക്കുന്നത്? എന്റെ വീട് മുണ്ടയാട്. അത് ശരി. പിന്നെ ഈ പുകവലി വിരുദ്ധ ദിനത്തിൽ എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? അതെ, എനിക്ക് ചോദിക്കാനുള്ളത്, ഈ പുകയില വിരുദ്ധം നമ്മൾ പ്രസംഗിച്ചാൽ മതിയോ? നമുക്കിത് ഉണ്ടാക്കുന്നത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റൂലേ? അത് ബന്ധപ്പെട്ട ഗവൺമെന്റ്, സർക്കാർ സംവിധാനവുമാണ് ചെയ്യേണ്ടത്. അതിന് നമ്മൾ ജനകീയമായ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കണം. അതല്ലല്ലോ നമ്മൾ ഇന്നത്തെ വിഷയം, അതല്ല. നമുക്കത് അതിന്റെ ദൂഷ്യഫലങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ബോധവൽക്കരണമാണ്. ഏതായാലും വിളിച്ചതിൽ സന്തോഷം. അല്ല, വേറെ ഒരു കാര്യം കൂടി. ഇപ്പൊ നിങ്ങൾ പറയുന്നുണ്ട് സ്കൂളിന്റെ പരിസരത്തോടെയെല്ലാം വെക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് അതോറിറ്റിനെ അറിയിച്ചാലാണ്? അത് ഏത് നിങ്ങൾ പോലീസ് സ്റ്റേഷൻ, അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലായാലും അതുള്ള സ്കൂളിലെ അധ്യാപകരെ അറിയിച്ചാൽ മതി. ഏറ്റവും എളുപ്പം അതാണല്ലോ. ഏറ്റവും അടുത്തുള്ള വിദ്യാലയങ്ങളിൽ പിന്നെ അവരെ അധികൃതരുണ്ടല്ലോ, ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ പ്രിൻസിപ്പാൾ ഉണ്ടാവും. അവരെ അറിയിച്ചു കഴിഞ്ഞാൽ അവർ ബാക്കി കാര്യങ്ങൾ ചെയ്തു. പിന്നെ എൻക്വയറി ഏജൻസീസ് ഒന്നുമില്ല. ഇത് തന്നെയാണ്, അത് പോലീസ് സ്റ്റേഷൻ ഉണ്ട്, ഏജൻസി. നമ്മൾ പോലീസ് സ്റ്റേഷനുകളിൽ പറയാം. അതല്ലെങ്കിൽ അതുമായി ഏത് സർക്കാർ ഓഫീസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് അവിടെ അറിയിക്കാം. അതെ, ഇലക്ഷൻ ടൈമിന് നമ്മളെ DRI നമ്പർ പേപ്പറിൽ വന്നിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും പിന്നെ മാൽ പ്രാക്ടീസ് കണ്ടെങ്കിൽ അറിയിക്കാൻ വേണ്ടി. അതുപോലെ എന്തെങ്കിലും ഒന്നും ഇല്ല. അങ്ങനെ പ്രത്യേകിച്ച് നമ്പർ ഇല്ല. ഇത് ക്രിമിനൽ കുറ്റം ആണ് ഈ വിൽപ്പന നടത്തുന്നത്. അതുകൊണ്ട് പോലീസ് സ്റ്റേഷനിലാണ് അതിന്റെ പരാതി. അതല്ലെങ്കിൽ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോകാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അടുത്തുള്ള അധ്യാപകരെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വിദ്യാലയത്തിനടുത്തുള്ള സ്ഥാപനമാണെങ്കിൽ അതിന് നടപടികൾ അവർ സ്വീകരിച്ചോളും. ഇന്നലത്തെ യോഗത്തിൽ തന്നെ സർക്കാർ ജില്ലാതലത്തിൽ അത് തീരുമാനിച്ചിട്ടുണ്ട്. അത് എല്ലാ ജില്ലകളിലുമുണ്ട്, ഇന്ന് കണ്ണൂർ മാത്രമല്ല. ശരി, എന്തായാലും സന്തോഷം വിളിച്ചതിൽ. നമ്മൾ പറഞ്ഞു വന്നത് ഇതാണല്ലോ ഇതിന്റെ
നിങ്ങൾ ചോദിച്ചൊരു ചോദ്യം, അതായത് ഗർഭസ്ഥശിശു. തീർച്ചയായും നമ്മള് കുട്ടികളിൽ ഉണ്ടാവുന്ന ജേർമിനൽ ക്യാൻസേഴ്സ്, അതായത് ക്യാൻസർ സാധാരണ ഉണ്ടാവുന്നത് കോശ വിഭജനത്തിൽ അവതാളം കൊണ്ടുണ്ടാവുന്ന ഭ്രാന്തമായ കോശ പെറ്റുവരികൾ കൊണ്ടുണ്ടാവുന്നതാണല്ലോ. അപ്പൊ അത് വർഷങ്ങളായിട്ട് ഇതുപോലുള്ള വിഷവസ്തുക്കളൊക്കെ പല രൂപത്തിലും ദേഹത്തിൽ ചെന്നിട്ടാണ് ഉണ്ടാകുന്നത്. പക്ഷെ കുട്ടികളിൽ എങ്ങനെ ഉണ്ടാവുന്നു? കുട്ടികളിൽ ഇതുണ്ടാകുന്നത് ഗർഭസ്ഥകാലത്ത് ഇതുപോലെ സ്മോക്കിങ്ങോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കണക്കിൽ ചില വൈറൽ ഇൻഫെക്ഷനോ കൊണ്ട് കുട്ടികളിൽ ആ ഭ്രൂണാവസ്ഥയിൽ കോശങ്ങൾ മാറ്റം വരുന്നിട്ട് അവിടെ മ്യൂട്ടേഷൻസ് ഒപ്പിച്ചിട്ടാണ് ഈ കുട്ടികളിൽ ഉണ്ടാകുന്ന ചിലപ്പം ആദ്യത്തെ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ലിവർ ക്യാൻസറൊക്കെ ഉണ്ടായ കഥകളുണ്ട്. പിന്നെ ബ്ലഡ് ക്യാൻസർ, പ്രായമായിട്ട് അങ്ങോട്ട് വരുന്ന ക്യാൻസറുകളൊക്കെ ഈ ഭ്രൂണ അവസ്ഥയിൽ തന്നെ വിത്ത് പാവുന്നത് കൊണ്ടുണ്ടാവുന്ന കാണാം. ഡോക്ടർ, അതിനിടെ നമുക്കൊരു വിശേഷപ്പെട്ട ഒരു അതിഥി കൂടി ഇന്ന് ടെലിഫോൺ ലൈനിൽ ചേരാനുണ്ട്. അദ്ദേഹം പ്രൊഫസർ ഡോക്ടർ ബാബു മാത്യു, റീജിയണൽ ക്യാൻസർ സെന്റർ തിരുവനന്തപുരത്തിന്റെ ആദ്യകാല കമ്മ്യൂണിറ്റി ഓങ്കോളജി വിഭാഗം തലവനായിരുന്ന അദ്ദേഹം ഒരുപാട് ഈ ക്യാൻസർ രോഗ പ്രതിരോധ പ്രവർത്തനങ്ങളുമായിട്ട് കണ്ണൂരിൽ വന്നിട്ടുണ്ട്. മലബാർ ക്യാൻസർ സൊസൈറ്റിയുമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അല്ലേ? അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട്. നമുക്ക് നമസ്കാരം ഡോക്ടർ. ഹലോ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മോർണിംഗ് സാർ. ഇവിടെ അങ്ങയുടെ സുഹൃത്തുക്കളുണ്ട് ഇവിടെ, കൃഷ്ണനാഥ പൈ സാറും അതുപോലെ രവീന്ദ്രൻ ഡോക്ടറും. നമ്മൾ ഇന്ന് പുകയില വിരുദ്ധ ദിനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒരു പ്രത്യേക പരിപാടി പ്രക്ഷേപണം ചെയ്യുകയായിരുന്നു. അത് ഇന്നലെ പറഞ്ഞിരുന്നു. അങ്ങ് ദീർഘകാലം ഈ ഒരു വിഭാഗത്തിലെ ഓങ്കോളജി വിഭാഗത്തിലെ തലവനായി ജോലി ചെയ്തിരുന്ന ആളാണല്ലോ. അങ്ങനെ ഈ പുകയില വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചിട്ടുമുണ്ടല്ലോ. അങ്ങയുടെ അനുഭവം എങ്ങനെയാണ് ഇത്, ഈ ക്യാൻസർ രോഗവും പുകയില ഉപയോഗവുമായിട്ട്? ക്യാൻസറും പുകയിലയും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് എന്നുള്ളത് പുകയില കുത്തകകൾ പോലും സമ്മതിക്കുന്ന വസ്തുതയാണ്. ശാസ്ത്രീയമായ അനേകം തെളിവുകളുണ്ട്. അത് മനസ്സിലാക്കിയിട്ടാണ് റീജിയണൽ ക്യാൻസർ സെന്ററിന്റെ കമ്മ്യൂണിറ്റി ഓങ്കോളജി വിഭാഗം തുടങ്ങിയ സമയം മുതൽ പുകയില നിയന്ത്രണത്തിന് വലിയ പ്രാധാന്യം കൊടുത്തു വന്നത്. ഈ ഒരു രംഗത്ത് പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റി കണ്ണൂർ ഒരുപാട് സഹായകമായിട്ടുണ്ട്. കാരണം ഒരു കാലത്ത് ബീഡിയുടെ പ്രസ്ഥാനം എന്നറിയപ്പെടുന്ന കണ്ണൂരിൽ പുകയില വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുക അത്ര എളുപ്പമായിരുന്നില്ല. 1987 ആദ്യത്തെ പുകയില വിരുദ്ധ ദിനം ലോകാരോഗ്യ സംഘടനയുടെ ആഹ്വാനമനുസരിച്ച് ആചരിക്കപ്പെട്ടത്. 1991 തന്നെ മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പുകയില നിയന്ത്രണത്തിന് വേണ്ടി ഒരു ബഹുജന റാലി നടത്തുകയുണ്ടായി. ദിനേശ് ബിഡിയുടെ തലസ്ഥാനത്ത് ഇങ്ങനെ ഒരു റാലി നടത്തി പൊതുജനങ്ങളെ സ്തബ്ധരാക്കിയ ആ സംഭവം മുതൽ ഇന്നുവരെ അനേകം രംഗങ്ങളിൽ മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റി പുകയിലക്കെതിരായി പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൽ അക്കമിട്ട് പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനമെന്ന് ഞാൻ കരുതുന്നത് 1995 ലോകാരോഗ്യ സംഘടന ഏറ്റവും നല്ല പുകയില നിയന്ത്രണ പ്രവർത്തനം എന്ന് വിലയിരുത്തി 1ാം സമ്മാനം തന്ന 1 lakh tobacco free homes എന്ന പ്രോജക്ട് കണ്ണൂർ ജില്ലയിലാണ് കേരളത്തിലെ മറ്റെല്ലാ ജില്ലകളെയും അപേക്ഷിച്ച് ഏറ്റവും ഭംഗിയായി നടന്നത്. അതിന് ചുക്കാൻ പിടിച്ചത് മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റിയും കൃഷ്ണനാഥപ്പയുമാണ്. അതുകൂടാതെ ഒരുപാട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പുകയില നിയന്ത്രണ പ്രവർത്തനങ്ങൾ അന്ന് 2004 റീജിയണൽ ക്യാൻസർ സെന്ററിൽ നിന്ന് വിരമിക്കുന്നതുവരെ കണ്ണൂരിലെ മലബാർ ക്യാൻസർ സൊസൈറ്റിയുമായി ചേർന്ന് ചെയ്തിട്ടുണ്ട്. അതിനെല്ലാം അതിന്റെ ക്രിട്ടിക്കൽ വിലയിരുത്തലുകൾ ഇവാലുവേഷനുകളും ചെയ്തിട്ടുണ്ട്. ചിലതെല്ലാം സയന്റിഫിക് പേപ്പേഴ്സ് ആയിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാല് ഇന്നും കഴിഞ്ഞ 25-ലേറെ വർഷങ്ങളായി കണ്ണൂർ മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റിയുടെ ജനനം മുതൽ ഇന്നുവരെ പുകയില നിയന്ത്രണം ഇവരുടെ പ്രവർത്തനത്തിലെ ഒരു പ്രധാന കുന്തമുനയാണ്. അത് ഇപ്പോഴും ഭംഗിയായി നടക്കുന്നുണ്ടെന്ന് അറിയുന്നതിൽ സന്തോഷിക്കുന്നു. പിന്നെ അങ്ങയുടെ ഒരു അനുഭവത്തിൽ ഈ ഒരുപാട് രോഗികളെ ചികിത്സിച്ചിട്ടുണ്ടാവുമല്ലോ തിരുവനന്തപുരത്ത് ക്യാൻസർ സെന്ററിലേക്ക്. അപ്പോഴും ഇത് അങ്ങക്ക് മനസ്സിലാവുന്നുണ്ടാവുമല്ലോ ഈ പുകവലിയും അതുപോലെ പുകയില ഉപയോഗവും ക്യാൻസറിനെ വളർത്തുകയും
അത് കൂടുതൽ വ്യാപകമാക്കാൻ വേണ്ടി സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുള്ള ഒരു പ്രവർത്തനവും അതിനെതിരായിട്ടുള്ള പ്രവർത്തനവും അങ്ങയുടെ നേതൃത്വത്തിൽ അവിടെ നടന്നിട്ടുണ്ടായിരുന്നില്ലേ? ഉണ്ട്. തിരുവനന്തപുരം RCCയുടെ നേതൃത്വത്തിൽ അതുണ്ട്. അത് എങ്ങനെയായിരുന്നു? അതിന്റെ അനുഭവങ്ങൾ ഓർമ്മയുണ്ടോ ഇപ്പോൾ? അല്ല, അതിലെ ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് പറഞ്ഞാല്, ഇപ്പൊ പുകവലിച്ചാല് ആ വലിച്ചു തീരുന്നതിന് മുമ്പ് പുകയിലയുടെ ക്യാൻസർ കാരക പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ദീർഘനാളുകൾ, അതായത് കുറഞ്ഞത് ഒരു 10-15 വർഷമെങ്കിലും പതിവായിട്ട് പുകയില ഉപയോഗിച്ചാലേ വലിക്കാരിൽ പുകയില ജന്യങ്ങളായ ക്യാൻസറുകൾ ആരംഭിക്കുകയുള്ളൂ. അതുകൊണ്ട് പുകയില ജന്യങ്ങളായ ക്യാൻസറുകളുമായി റീജിയണൽ ക്യാൻസർ സെന്ററിൽ ചികിത്സയ്ക്ക് വരുന്നവരെ 99% പുകവലിക്കാരായിരിക്കും. അവരെ കൗൺസിൽ ചെയ്ത് പുകവലി നിർത്തിച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാവില്ല. കാരണം നമ്മള് അവർ രോഗാവസ്ഥയിലുള്ളവരായതുകൊണ്ട് അല്ലേ? കതിരിൽ കൊണ്ട് വളം വെച്ചാല് കാര്യമില്ലെന്ന് നമുക്കറിയാവല്ലോ. പിന്നെ അവരെ നമ്മള് ഒരു റോൾ മോഡലായിട്ട് എടുത്തിട്ട് അവരെ നമ്മുടെ മെസ്സേജ് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് ഒരു ഉപകരണമാക്കും മാത്രം. ഉപകരണം എന്നുള്ള വാക്ക് അവരെ നമ്മുടെ അംബാസിഡേഴ്സ് ആയിട്ട് ബോധവൽക്കരണ പ്രവർത്തനത്തിന് കണ്ണൂര് വില്ലേജുകളിലൊക്കെ പോകുമ്പോൾ ആ സ്ഥലത്ത് അവരെ കൊണ്ട് നമ്മള് അവരുടെ അനുഭവങ്ങൾ പറയിക്കാറുണ്ട്. അവരെ ഇപ്പൊ പുകവലിക്കുന്നതിൽ പശ്ചാത്തപിക്കുന്നുണ്ടെന്നും ഇത് അറിയാൻ മേലാത്തതുകൊണ്ടാണ് പുകവലി തുടങ്ങിയതെന്നും ഒക്കെ പറയിക്കാറുണ്ട്. അതിന് പ്രിന്റിലോ ഇലക്ട്രോണിക് മീഡിയയിലോ കൂടെ കൊടുക്കുന്ന സന്ദേശങ്ങളെക്കാൾ കൂടുതൽ ആധികാരികതയും സ്വീകാര്യതയുമുണ്ട്. അങ്ങയുടെ അനുഭവത്തിൽ ഇന്നിപ്പം ഈ പുകവലിയുടെയും അതുപോലെ പുകയില ഉൽപ്പന്നങ്ങളുടെയും ഉപയോഗത്തിൽ ഒരു കുറവ് വന്നതായിട്ട് തോന്നുന്നുണ്ടോ? എങ്ങനെയാണ് ആൾക്കാർക്ക് എങ്ങനെ ഈ ബോധവൽക്കരണം കൂടുതൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഫലപ്രദമായിട്ട് തോന്നുന്നുണ്ടോ? ബോധവൽക്കരണത്തിനേക്കാൾ കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ പുകയില നിയന്ത്രണത്തിന് സ്വാതന്ത്ര്യം ലഭ്യമായതിനു ശേഷം 75 വർഷത്തിനിടയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പുകയില നിയന്ത്രണത്തിനുള്ള കാരണം 2003 കേന്ദ്ര സർക്കാർ പാസാക്കിയ കോട്ട്പ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഒരു പുകയില നിയന്ത്രണ നിയമമാണ്. അത് ശരി. ഇതനുസരിച്ച് പുകയിലയുടെ എല്ലാ തരത്തിലുള്ള അഡ്വർടൈസ്മെന്റും ഇലക്ട്രോണിക് മീഡിയ ആയാലും പ്രിന്റ് മീഡിയ ആയാലും നിരോധിച്ചിരിക്കുകയാണ്. പക്ഷെ ഇത് ഷോർട്ട് സർക്യൂട്ട് ചെയ്യാനായിട്ട് ഇപ്പൊ ഇന്റർനെറ്റ് ഉപയോഗിക്കുകയാണ് പുകയില വ്യവസായികൾ. ഇത് കൂടാതെ പുകയില മൈനേഴ്സിന് 18 വയസ്സിൽ താഴെയുള്ള ആളുകൾക്ക് വിൽക്കുന്നത് നിയമപരമായി തടഞ്ഞിട്ടുണ്ട്. പുകയിലയുടെ പാക്കറ്റുകളിൽ, അത് സിഗരറ്റ് ആണെങ്കിലും ബീഡി ആണെങ്കിലും ചവയ്ക്കാൻ ഉപയോഗിക്കുന്ന പുകയിലയാണെങ്കിലും അതിന്റെ പാക്കറ്റിൽ പുകയിലയുടെ ദൂഷ്യഫലങ്ങൾ പിക്ചർ സഹിതം വാർണിംഗ്സ് കൊടുക്കുന്നുണ്ട്. അത് കൂടാതെ പൊതുസ്ഥലത്ത് പുകവലിച്ചാൽ പിഴയുണ്ട്. ആ പിഴ വളരെ കോംപ്ലിക്കേറ്റഡ് പ്രോസസ് ഒന്നുമല്ല. പിഴ ഈടാക്കാൻ അധികാരപ്പെടുത്തിയിട്ടുള്ളത് വളരെ ഗ്രാസ് റൂട്ടിലുള്ള ഉദ്യോഗസ്ഥന്മാരെയാണ്. അതുകൊണ്ട് ആ ഒരു സംഗതിയും എഫക്റ്റീവായിട്ട് നടക്കുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ പൊതുജനങ്ങൾക്ക് പുകയില എന്ന് പറയുന്നത് ഒരു മെയ്ഡ് ഫോർ ഈച്ച് അതറിന് വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുവാണെന്നോ അല്ലെങ്കിൽ അതൊരു ആഡംബര വസ്തുവാണെന്നോ ഒക്കെ ഉള്ള ധാരണ മാറി അസത്യങ്ങളും അർദ്ധസത്യങ്ങളുമായ പരസ്യങ്ങൾ അപ്രത്യക്ഷമായതോടുകൂടെ പുകയിലയുടെ തനിസ്വരൂപം എല്ലാവർക്കും മനസ്സിലാക്കാൻ തുടങ്ങുകയും ഈ നിയമം ശരിയായി ഇംപ്ലിമെന്റ് ചെയ്യും. ടെലിഫോൺ ലൈനിന്റെ ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും അത് നമുക്ക് വീണ്ടും കിട്ടുകയാണെങ്കിൽ അദ്ദേഹത്തെ തുറന്ന് സംസാരിക്കാം. അപ്പൊ ഈ പുകയില ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ പുകവലി നിർത്തുന്നത് പ്രയാസകരമാണ് കുറച്ച് എന്ന് ഡോക്ടർ സൂചിപ്പിച്ചു. പക്ഷേ നമുക്കതിന് മരുന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പുകയില നിർത്തുന്നത് ഞാൻ പറഞ്ഞല്ലോ, ആദ്യം വ്യക്തിക്ക് ഒരു ഉറപ്പുണ്ടാവണം. അതേ പറയുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, മിക്കവർക്കും ആഗ്രഹം ഉണ്ട് കാണും. ആഗ്രഹം പ്രകടിപ്പിക്കാനും അതിനുവേണ്ടി കുറച്ച് ത്യാഗങ്ങൾ ചെയ്യാനും കൂടി സന്നദ്ധതയുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ.
അപ്പൊ ഇത് പല കണക്കല്ല. ഒന്നിപ്പം നേരത്തെ പറഞ്ഞ മാതിരി റെഗുലേറ്ററി മെക്കാനിസംസ്, ഇത് നിയമങ്ങൾ കൊണ്ടുവരിക, അങ്ങനത്തെ ഇതിന്റെ അവൈലബിലിറ്റി കുറയ്ക്കുക, കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുക, ഇങ്ങനെ അതാണ് ഇത് കുറയ്ക്കാനുള്ള ഒരു സാധ്യത. മറ്റ് വ്യക്തിതലത്തിൽ അത് വരുന്നത് വലിയ ഒരു റോളുള്ളത് നമ്മുടെ ആരോഗ്യ സ്ഥാപനങ്ങൾക്കാണ്. ഒരു ഡോക്ടർ, പ്രത്യേകിച്ച് ഡെന്റിസ്റ്റ്, അവരാണ് ഈ വായിൽ ഇതും പ്രത്യേകിച്ച് കാണുന്നത്. ഏതും ഡോക്ടർ ഈ ഒരു കാര്യത്തിൽ പ്രത്യേകിച്ചൊരു ശ്രദ്ധ കാണും. ഓരോ രോഗികളും വ്യക്തിയുമായി പുകയിലുമായിട്ട് ബന്ധമുണ്ടോ എന്ന് സ്ഥാപിക്കാം. അത് ചോദിച്ചു പോയത് മാത്രമല്ല. അപ്പൊ ചോദിക്കുമ്പം അതില് 5 A's എന്നാ പറയാ. ആസ്ക്, അഡ്വൈസ്, അസസ്. ആസ്ക് എന്ന് ചോദിച്ചാൽ ശീലമുണ്ടോ എന്ന് ചോദിക്കുക. അഡ്വൈസ് ഇതിന്റെ ദോഷങ്ങളെ പറ്റി അതൊക്കെ പറഞ്ഞു കൊടുക്കുക. അസസ് ഈസ് വിലയിരുത്തുക അല്ല, അദ്ദേഹത്തിന് ഇത് നിർത്താനുള്ള ആഗ്രഹമുണ്ടോ എന്ന് അസസ് ചെയ്യാം. പിന്നെ അത് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ അതിനുള്ള ആക്സസ് ഉണ്ടാക്കി കൊടുക്കുക. ഇങ്ങനെയുള്ള 4 സ്റ്റെപ്പ് ഇതാണ്. അങ്ങനെ അവർക്ക് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ, അപ്പൊ അവരോട് പറയേണ്ട കൌൺസിലിംഗിൽ ഒരു പ്രധാന ഘടകമെന്ന് പറയുന്നത് ഇത് എളുപ്പമല്ല എന്നാണ്. മറ്റൊന്ന്, മിക്കപ്പോഴും നമ്മൾ കൌൺസിലിംഗ് കൊടുക്കുന്ന നമ്മളെല്ലാം ഒരു ഉയർന്ന നിലത്തുനിന്നുള്ള ഒരു ഉപദേശം കൊടുക്കുന്ന ഒരു കണക്കിലല്ല. വളരെ എംപത്തിക് ആയിട്ട് നമ്മളൊരു ജഡ്ജ്മെന്റൽ ആവാതെ, ഇത് നിങ്ങൾ ഉണ്ടാക്കിയ രോഗമല്ലേ, അനുഭവിച്ചോ, ആ കണക്കിലല്ല, കുറ്റപ്പെടുത്തരുത്. അതെ, അദ്ദേഹത്തിന്റെ വിഷമം മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മൾ ആ സ്ഥാനത്ത് നിന്ന് കഴിഞ്ഞാൽ അതിൽ നിന്ന് മോചിതനായ ആഗ്രഹമുണ്ട്. പക്ഷെ അത് നമ്മളോട് താണുകേട് നമ്മളോട് പറയാൻ അവർ തയ്യാറില്ല. പക്ഷെ അതേ സമയത്ത് ആ സൗകര്യങ്ങൾ എങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോഴവിടെ മിക്കപ്പോഴും ആ കണക്കിലെ കൌൺസിലിംഗും കൊണ്ട് തന്നെ പുള്ളിക്ക് അത് അതിന് പല സംവിധാനങ്ങളുണ്ട്. ഇത് വേണം ചെയ്യാറുണ്ട്. അതിന് കൂടാതെ മരുന്നുകൾ കൂടിയുണ്ട്. അത്യാവശ്യം മരുന്നുകൾ എന്ന് വെച്ചാൽ ഒന്ന് നിക്കോട്ടിൻ സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആണ്. അതായത് പുകയില ഇല്ലാണ്ട് തന്നെ പെട്ടെന്ന് നിക്കോട്ടിൻ ദേഹത്തിന് പോകുമ്പോൾ ഉണ്ടാകുന്ന വിത്ഡ്രോവൽ സിംറ്റംസ് കുറയ്ക്കാൻ വേണ്ടി നിക്കോട്ടിൻ ചെറിയ തരത്തിൽ കൊടുക്കുന്ന ഗം രൂപത്തില്, ച്യൂയിങ് ഗം രൂപത്തിലോ അല്ലെങ്കിൽ ലോസഞ്ചസ് ആയിട്ടോ നേസൽ സ്പ്രേ ആയിട്ടും പല വിധത്തിലുണ്ട്. ഒരു നിക്കോട്ടിൻ വാക്സിൻ പോലും വന്നിട്ടുണ്ട്, ഒരു ഇഞ്ചക്ഷൻ പോലും വന്നിട്ടുണ്ട്. പക്ഷെ അത് വലിയ ഗുണമില്ലാന്ന് പറഞ്ഞിട്ട് ഇപ്പം വലിയ ഇതിലേത് ഈ സിഗരറ്റ് വന്നിട്ട് അതിന് വലിയ, അപ്പൊ ഈ സിഗരറ്റ് എന്ന് പറയുമ്പം ആ സിഗരറ്റ് വലിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക അതും കൂടി കിട്ടുന്നുള്ള കണക്കിലാണ് അതിനകത്ത് നിക്കോട്ടിൻ ഇല്ലാതെ. അത് പക്ഷെ വലിയ ഗുണമില്ലാന്നാണ് അതിനെ കൊണ്ടായ ദോഷങ്ങൾ അതിന്റെ ദോഷങ്ങൾ കണ്ടുകൊണ്ട് അത് ഇപ്പം തൽക്കാലം വിചാരിക്കുന്നത്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. താരതമ്യേന എളുപ്പമാണ് ഈ വ്യക്തി തീരുമാനിക്കണം. പക്ഷെ എങ്കിൽ പോലും സഹായം വേണ്ടിവരുന്ന കക്ഷികളുണ്ടാവും. ഉള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് മെഡിക്കൽ ഫ്രട്ടേണിറ്റിയുടെ ഒരു റോള് എന്നുള്ളത്. അത് വളരെ എംപത്തറ്റിക് ആയിട്ട് അവരുടെ കൂടെ നിൽക്കുകയും ചെയ്യുകയും അവരെ ഫോളോ ചെയ്യുകയും ചെയ്യാം. മിക്കപ്പോഴും ഇത് തുടങ്ങുമ്പോൾ തന്നെ മിക്കവർഷം നിങ്ങളിത് രണ്ടാമതും തുടങ്ങാൻ നിങ്ങൾ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കരുത്, നമുക്ക് പിന്നെയും കയറി പിടിക്കാം എന്ന കണക്കിലുള്ള കൂടെ നിന്നുകൊണ്ട് ഒരു തുടർച്ചയായിട്ടുള്ള ഒരു ചികിത്സാ പ്രക്രിയയാണ്. ഒരു കൊല്ലം 2 കൊല്ലം നിർന്നു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അത് ഇതേ ഉണ്ടാവുള്ളൂ. അതങ്ങനെ തുടർന്ന് പോയിക്കോളും. അത് പോയിക്കോളും. പിന്നെ ഈ മലബാർ സൊസൈറ്റി, ക്യാൻസർ കെയർ സൊസൈറ്റി ഇന്ന് മെയ് 31 ഇതുമായി ബന്ധപ്പെട്ട നിരവധി പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിട്ടില്ലേ? ഉണ്ട്. ഇപ്പൊ നമ്മള് ഇന്നത്തെ ആകാശവാണിയുള്ള പരിപാടിക്ക് പുറമെ ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങള് തലശ്ശേരി NTTFന്റെ പാലയാട് ക്യാമ്പസിലെ വിദ്യാർത്ഥികളുമായിട്ട് ചേർന്നിട്ട് അവിടെ ഒരു പുകയില വിരുദ്ധ റാലി, അതുപോലെ തന്നെ കുട്ടികളെ പിന്നെ പുകയില വിരുദ്ധ പ്രതിജ്ഞ എടുക്കുന്ന പരിപാടി, ബോധവൽക്കരണ ക്ലാസുകൾ, ഇത്രയും പരിപാടി ഇന്ന് സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ സ്കൂൾ, കോളേജ്, ഹയർ സെക്കൻഡറി സ്കൂള് ഇങ്ങനെയുള്ള വിഭാഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് പിന്നെ ഹ്രസ്വ വീഡിയോ നിർമ്മാണ മത്സരവും നടത്തുന്നുണ്ട്. അത് കണ്ണൂർ ജില്ലയിലെ മാത്രമല്ല, കാസർഗോഡ് അടുത്ത ജില്ലകളിലെ വിദ്യാലയങ്ങളെയും കൂടി പങ്കെടുപ്പിച്ച് നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഈ വർഷത്തെ തീമിനനുസൃതമായിട്ട് വിദ്യാർത്ഥികളിൽ ഇത് പരമാവധി ഈ സന്ദേശം എത്തിക്കുക എന്നുള്ളതാണ്. കുട്ടികൾക്ക് വേണ്ടിയാണ്. അതെ. അതോടൊപ്പം അവരുടെ ടാലന്റ്, ഇപ്പം വീഡിയോ മേക്കിങ്ങിലൊക്കെ വിദ്യാർത്ഥികള് വളരെ എക്സ്പേർട്സ് ആണ്, ധാരാളം. അതെ. വീഡിയോ നിർമ്മാണം വളരെ ഈസിയാണ്. ഇന്നിപ്പോ എല്ലാ പിന്നെ മൊബൈൽ ഫോണിലും വീഡിയോ മേക്കിങ്ങും ക്യാമറയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല വീഡിയോ, നല്ല സന്ദേശം നമുക്ക് അതിന്റെ അകത്തുനിന്ന് രൂപപ്പെടുത്തിയെടുക്കാൻ വേണ്ടി സാധിക്കും. അത് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അവർ ധാരാളം കാര്യങ്ങൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യും. അതും അതിന്റെ ഒരു ഗുണമാണ്. അന്നേരം ആ ഒരു പ്രവർത്തനം വലിയ ഒരു പിന്നെ ഈ വർഷത്തെ തീമിന്റെ ഇതിൽ സഹായിക്കുമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്.
ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പിന്നെ പല രീതിയിലുള്ള അനുഭവമുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പുകവലി ശീലം ഒഴിവാക്കുന്നതിൽ പലപ്പോഴും പേരൻസിന് ഈ ശീലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് 100 കണക്കിന് ആൾക്കാരെ ഈ കുട്ടികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ ശീലം ഒഴിവാക്കിച്ചിട്ടുണ്ട്. നമ്മൾ പിന്നെ പല സ്കൂളുകളിലും പോയിട്ട് പിന്നെ കുട്ടികളുടെ ഈ ശീലമുണ്ടോ എന്നുള്ളത് ഒരു സർവേ എടുത്ത് കുട്ടികളുടെ ശീലമുള്ള അപൂർവ ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്ത് അവരതിൽ നിന്ന് മാറ്റാൻ വേണ്ടി നിരന്തരമായിട്ടുള്ള അവയർനെസ് പ്രോഗ്രാമും കൌൺസിലും ഒക്കെ ചെയ്യാറുണ്ട്. അതോടൊപ്പം തന്നെ കുട്ടികളുടെ പേരൻസിന്റെ ഇടയിൽ ഈ ശീലമുണ്ടോ എന്നുള്ളത് നമ്മൾ സർവേ ചെയ്തെടുത്ത് പിന്നെ ഈ ശീലമില്ലാത്ത കുട്ടികളെ കൊണ്ട് പേരൻസിന്റെ അടുത്തൊരു എന്താ പറഞ്ഞാല് ബോധവൽക്കരണം പോലെ ഒരു ലവ്ലി ടോർച്ചറിങ് എന്ന് പറയാം അതിനെ. അവര് പോയിട്ട് അച്ഛന്റെ അടുത്ത് നമ്മൾ പറയുന്നത് എന്നാ വെച്ചാല് അച്ഛന് ഇത് നിർത്തണം, ഒരു 2 ആഴ്ച കൊണ്ട് നിർത്തണം, ഇന്ന ഒരു ദിവസം അല്ലെങ്കിൽ എന്റെ ബർത്ത്ഡേക്ക് ഇത് നിർത്തണം. നിർത്തിക്കഴിഞ്ഞ് അച്ഛൻ നോക്കുക പിന്നെ ആരോഗ്യപരമായിട്ടും സാമ്പത്തികമായിട്ടും ഇതിനുവേണ്ടി ചെലവാക്കുന്ന പൈസ ഞങ്ങളുടെ പുസ്തകം വാങ്ങാൻ, ഞങ്ങൾക്ക് ഫീസ് കൊടുക്കാനായിട്ടൊക്കെ ഉപകരിക്കും എന്നുള്ള വളരെ അർത്ഥവത്തായിട്ടുള്ളൊരു മെസ്സേജ്, സന്ദേശം ഈ കുട്ടികളിലൂടെ പേരൻസിലേക്ക് കൊടുക്കുന്നു. അടുത്ത സ്റ്റെപ്പായിട്ട് കുട്ടികൾ അത് ചെയ്യുന്നില്ല, പേരൻസ് അത് പിന്നെ നടപ്പിലാക്കുന്നില്ലെങ്കിൽ അവരൊരു വാണിംഗ് കൊടുക്കുകയാണ്, ഞാൻ എന്നാ പിന്നെ അച്ഛനെ പോലെ തന്നെ ഞാനും ഇത് വലി തുടങ്ങും, ഭീഷണി. പക്ഷെ പലപ്പോഴും അത്തരത്തിലുള്ള ഒരു ആക്ഷനിലേക്ക് പോകുന്ന അവസരത്തിൽ നമുക്ക് മനസ്സിലായി 90% പേരൻസും ഈ ശീലം ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാവുന്നുള്ളതാണ്, ഉപേക്ഷിക്കാൻ വേണ്ടി തയ്യാറാവുന്നു എന്നുള്ളതാണ് നമ്മുടെ അനുഭവം. അങ്ങനെ 100 കണക്കിന് വിദ്യാലയങ്ങളിൽ ഇപ്പം ഡോക്ടർ ബാബു മാത്യുവിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം ജില്ലയിലും കണ്ണൂർ ജില്ലയിൽ ഞങ്ങൾ പിന്നെ ഇത് വിജയകരമായിട്ട് നടപ്പിലാക്കിയ ഒരു പരിപാടിയാണ്. അത്തരത്തിലാണ് ഇത് ഈ ഒരു ശീലം, ഈ പിന്നെ എന്താ പറഞ്ഞ പുകവലി ശീലം എന്ന് പറഞ്ഞ മാരകമായിട്ടുള്ള ദുശ്ശീലം നമ്മൾ വലിയ തോതിൽ തന്നെ കുറച്ചു കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചതെന്നുള്ളതാണ് നമ്മുടെ അനുഭവം പറയുന്നത്. അന്നേരം കുട്ടികളെ നമ്മൾ ടാർഗറ്റ് ചെയ്ത് അവരെ ഈ ഒരു ടുബാക്കോ ലോബിന്റെ ആ ഒരു മാസ്മരിക വലയത്തിൽ പെടാതെ അവരെ സംരക്ഷിച്ചു നിർത്തുക, അവരെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം നമ്മുടെ പൊതുസമൂഹത്തിന്റെയാണ്. അതോടൊപ്പം തന്നെ അവരെ നമുക്ക് ഉപയോഗപ്പെടുത്തി, അവർ ബെസ്റ്റ് അംബാസഡേഴ്സാണ്, അവരെ നമുക്ക് ഉപയോഗപ്പെടുത്തി പരമാവധി സമൂഹത്തിലും ഈ ഒരു പുകവലി അല്ലെങ്കിൽ പുകയിലെ ശീലം നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വലിയ തോതിൽ തന്നെ വിപ്ലവകരമായിട്ടുള്ള മാറ്റം നമുക്ക് സാധ്യമാകും എന്നുള്ളതാണ് ഈ ദിനാചരണ വേളയിൽ നമുക്ക് പറയാനുള്ളത്. ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനവും ഇതിനെ ബന്ധപ്പെടുത്തി തന്നെ ആയിരിക്കുമല്ലേ അല്ലേ? ഈ ക്യാൻസർ രോഗത്തിനോടുള്ള നമ്മുടെ പ്രതിരോധവും ബോധവൽക്കരണവും ഈ പുകവലി ശീലത്തിന് എതിരായിട്ടുള്ളത് കൂടി തന്നെയല്ലേ ഇനിയും തുറന്നു പോകുന്നത് അല്ലേ? തീർച്ചയായിട്ടും നമ്മളിപ്പം പുകവലി ശീലം കുറഞ്ഞിട്ടുണ്ട്, വളരെ ആശാവഹമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനി പ്രവർത്തനം ആവശ്യമില്ല എന്നുള്ള രീതിയിലല്ല. കാരണം ഇനി പുതിയ ടുബാക്കോ ലോബിന്റെ ഇന്റർഫിയറൻസ് കൊണ്ട് തീർച്ചയായിട്ടും പല രീതിയിലുള്ള ഒരു മാസ്മരിക വലയത്തിലേക്ക് ആളുകളെ കൊണ്ടുവരാൻ, കുട്ടികളെ കൊണ്ടുവരാൻ വേണ്ടി അവർ ശ്രമിക്കുന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. നമ്മൾ ഈ പ്രവർത്തനം അതിശക്തമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യകതയുണ്ട്. ഞങ്ങളുടെ ക്യാമ്പുകളിലായാലും ഈ പരിശീലനം നൽകിയ വോളണ്ടിയർമാരെ ഉപയോഗിച്ച് വീടുകളിൽ പോയിട്ട് ക്യാൻസർ നേരത്തെ കണ്ടെത്തുന്നതിനുള്ള സ്ക്രീനിംഗ് പ്രോഗ്രാമിനാണെങ്കിലും ഇതിലെല്ലാം പുകയില വിരുദ്ധ പ്രവർത്തനം അല്ലെങ്കിൽ പുകയിലക്കെതിരെയുള്ള ബോധവൽക്കരണ പ്രവർത്തനത്തിന് വലിയ പ്രാധാന്യം ഞങ്ങൾ നൽകുന്നുണ്ട്. ഈ നമ്മൾ സാധാരണയായിട്ട് വായിലെ ക്യാൻസർ, ഗർഭാശയಗಳ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ കണ്ടെത്താനായിട്ട് ഒരു ദിവസത്തെ ക്യാമ്പ് മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റി വളരെ സക്സസ്ഫുൾ ആയിട്ട് ക്യാമ്പ് നടത്തുന്നുണ്ട്. അന്നേരം ആ ക്യാമ്പുകളിൽ എല്ലാം നമ്മൾ ബോധവൽക്കരണ ക്ലാസുകൾ പിന്നെ അതിന്റെ കരിക്കുലം നമ്മുടെ തയ്യാറാക്കിയിരിക്കുന്നത് ഏകദേശം 1/3 പ്രാധാന്യം ഈ പുകയില വിരുദ്ധ പ്രവർത്തനങ്ങൾക്കാണ്. പുകവലി കൊണ്ട് എന്താണ് മാരകമായിട്ടുള്ള ദോഷവശങ്ങൾ, ഏതെല്ലാം ക്യാൻസർ അതുകൊണ്ടുണ്ടാവുന്നത്, പ്രത്യേകിച്ച് വായിലെ ക്യാൻസർ, ലങ് ക്യാൻസർ ഉണ്ടാവുന്നത്, ഇതൊക്കെ വളരെ പിന്നെ എന്താ പറഞ്ഞാൽ ശക്തമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചിത്രങ്ങളും കാര്യങ്ങളും എല്ലാം പിന്നെ കാണിച്ചുകൊണ്ട് അവരെ പൂർണ്ണമായിട്ട് ബോധ്യപ്പെടുത്തുന്ന ഒരു ബോധവൽക്കരണ പരിപാടി നിരന്തരമായിട്ട് ഞങ്ങൾ നടത്തുന്നുണ്ട്. ക്യാമ്പുകളിലും വീടുകളിലൊക്കെ പോയിട്ട്, വീടുകളിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ പരിശീലനം നേടിയ വോളണ്ടിയർമാർ ഓരോ വീടുകളിലും അരമണിക്കൂറോ 3/4 മണിക്കൂറോ 1 മണിക്കൂറോ ഒക്കെ അവരുടെ കൂടെ ഇരുന്ന് ഈ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി. അതെ, ക്യാൻസർ, ഏതെല്ലാം ക്യാൻസർ നമുക്ക് സ്വയം മനസ്സിലാക്കി അത് ലക്ഷണങ്ങൾ കണ്ടെത്താൻ വേണ്ടി സാധിക്കും. ക്യാൻസറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം നമുക്ക് ജനങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ വളരെ നേരത്തെയുള്ള അവസ്ഥയിൽ കണ്ടെത്തണം എന്നുള്ളതാണ്.
പഴയതുമാതിരി ക്യാൻസർ മാറുന്നില്ല അല്ലേ, മാറാരോഗമാണെന്നുള്ള ഒരു ധാരണ ഇന്ന് ഇല്ല. ആ ഒരു ധാരണയെ നമുക്ക് ഏത് ക്യാൻസറും മാറ്റാം. മറ്റ് ഒരുപാട് മാരക രോഗങ്ങൾ നമ്മുടെ നാട്ടിലില്ലേ, മാറാരോഗങ്ങൾ. അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ക്യാൻസർ ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്നതാണ്. നമുക്കിന്ന് ചികിത്സാ കേന്ദ്രങ്ങളാണെങ്കിലും കേരളത്തിലെ നല്ല ചികിത്സാ കേന്ദ്രങ്ങൾ ഉയർന്നു വന്നു കഴിഞ്ഞു, ധാരാളം ചികിത്സാ കേന്ദ്രങ്ങളിലും. പക്ഷെ അതിലെല്ലാം നമ്മൾ പൊതുസമൂഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ ചികിത്സാ കേന്ദ്രങ്ങളിൽ ചികിത്സയ്ക്ക് വേണ്ടി എത്തുന്ന ആളുകൾ വളരെ നേരത്തെയുള്ള അവസ്ഥയിലായിരിക്കണം എന്നുള്ളതാണ്. വളരെ നേരത്തെയുള്ള അവസ്ഥയിൽ കണ്ടെത്തി ചികിത്സയ്ക്ക് വേണ്ടി പോയി കഴിഞ്ഞാൽ പൂർണ്ണ ആരോഗ്യം നമുക്ക് വീണ്ടെടുക്കാൻ വേണ്ടി സാധിക്കും. മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റിക്ക് അത്തരം 100 കണക്കിന് ക്യാൻസർ സർവൈവേഴ്സ് ഉണ്ട്. ഞങ്ങളുടെ കൂടെ ക്യാൻസർ രോഗം വന്ന് കൃത്യസമയത്ത് നേരത്തെ കണ്ടെത്തി ചികിത്സ എടുത്ത ആൾക്കാർ 94 വയസ്സുവരെ ജീവിച്ചിരിക്കുന്നവർ ധാരാളം ഉണ്ട് എന്നുള്ളതാണ്. അത് സൂചിപ്പിക്കുന്നത് 30-35 വർഷം ക്യാൻസർ ചികിത്സയ്ക്ക് ശേഷം ആരോഗ്യത്തോടെ, നല്ല ആരോഗ്യത്തോടെ 94 വയസ്സുവരെ ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ആയുസ് മുഴുവൻ സന്തോഷത്തോടെ ജീവിതത്തിന്റെ ബോണസും നേടിയിട്ട് നമ്മുടെ ജീവിതം സന്തോഷത്തോടെ അവസാനിപ്പിക്കാം എന്നുള്ളതാണ്. ആരോഗ്യകരമായ ഒരു ജീവിതമാണല്ലോ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതും അല്ലേ. മനുഷ്യ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം ആരോഗ്യത്തോടുകൂടി ജീവിക്കുക എന്നുള്ളത്. അപ്പൊ അതിന് ഇത്തരം ദുശ്ശീലങ്ങൾ അല്ലെ, പുകവലി പോലെയുള്ള ദുശ്ശീലങ്ങൾ ഉപേക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം. ആരോഗ്യമാണ് ബെസ്റ്റ് ഫ്രണ്ട് ഇൻ അവർ ലൈഫ്. അപ്പൊ അതിന് പ്രേരകമാവട്ടെ ഈ ദിനാചരണവും ഈ പ്രവർത്തനങ്ങളും എന്ന് നമുക്ക് ആശംസിക്കാം. ഏതായാലും ഇത്രയും നേരം നമ്മുടെ കൂടെ സംസാരിച്ച കൃഷ്ണനാഥ പൈക്കും ഡോക്ടർ രവീന്ദ്രൻ VC രവീന്ദ്രൻ സാറിനും നന്ദി, നമസ്കാരം. താങ്ക് യു. നമസ്തേ. ഇന്ന് ലോക പുകയില വിരുദ്ധ ദിനം. കണ്ണൂർ മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റി പ്രസിഡന്റ് ശ്രീ D. കൃഷ്ണനാഥ പൈ, മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ VC രവീന്ദ്രൻ എന്നിവർ പങ്കെടുത്ത പ്രത്യേക തത്സമയ പരിപാടിയാണ് ഇതുവരെ കേട്ടത്. സ്റ്റുഡിയോയിൽ കൂടെ ശ്രീ TK ഉണ്ണികൃഷ്ണൻ, സഹായം ബേബി സ്മിത ഷേണി. ഈ പരിപാടിക്ക് സാങ്കേതിക സഹായം ഒരുക്കിയത് ശ്രീ രതീഷ് PK, ശ്രീ ശ്രീജിത്ത് പാലയാട്.